السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, ജീവിതത്തോളം നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അവതരിക്കുന്ന ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. വിശ്വാസി ചരിത്രത്തിൽ മാതൃക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മുൻപിൽ വെക്കാൻ അള്ളാഹു നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നു. ആരാണ് ബുദ്ധിമാനെന്ന്, ആരാണ് പടച്ചറബിൻ്റെ സന്മാർഗത്തിന് അർഹരായവരെന്ന് ഈ ഒരു ചെറു വാക്യത്തിലൂടെ അള്ളാഹ് നമ്മെ വ്യക്തമാക്കുകയാണ്. പറയുന്നത് കേൾക്കുകയും കേട്ടതിൽ നിന്ന് ഏറ്റവും നല്ലത് പിന്തുടരുകയും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണം. അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് പടച്ചറബിൻ്റെ ഹിദായത്തിന് അർഹരായവർ എന്നാണ് പടച്ചറബിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഒരു വിശ്വാസിക്ക് ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ട ഗുണം ഏതൊരു വിഷയത്തിലും സത്യം അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് കണ്ടെത്തുന്നതിനുള്ള ഒരു ത്വര, ഒരു ശ്രദ്ധയാണ് അവന് വേണ്ടത്. റോമൻ ചക്രവർത്തിയെയും അറബികളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്തെഴുതുകയുണ്ടായി. ആ കത്ത് സാധാരണഗതിയിൽ ഇന്നൊക്കെ ചരിത്രത്തിൽ മ്യൂസിയത്തിലൊക്കെ കാണാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ മുഹമ്മദ് അബ്ദില്ലാ റസൂലിഹി ഇലാ ഹിർഖൽ അലീമുർ റൂം സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ എന്ന് പറഞ്ഞിട്ടാണ് ആ വാക്ക് തുടങ്ങുന്നത്. പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചറബിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ പ്രവാചകനുമായ മുഹമ്മദിൽ നിന്ന് റോമൻ ചക്രവർത്തിയായ ഹിർക്കലിലേക്ക് അള്ളാഹുവിൻ്റെ മാർഗദർശനം പിൻപറ്റുന്ന ആളുകളുടെ മേലിലാണ് പടച്ചറബിൻ്റെ സമാധാനം. ഞാൻ താങ്കളെയും താങ്കളുടെ അനുയായികളെയും ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്ലിം തസ്ലം, നിങ്ങൾക്ക് മുസ്ലിമാകാം, നിങ്ങൾക്ക് രക്ഷപ്പെടാം. എങ്കിൽ പടച്ചറബ് നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും. താങ്കൾ സ്വീകരിക്കാതെ പിന്മാറുകയാണെങ്കിൽ നിങ്ങളുടെ അനുയായികളുടെ മുഴുവൻ പാപവും താങ്കൾ വഹിക്കേണ്ടി വരും എന്നാണ് ആ ചെറിയ കത്തിൻ്റെ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വാക്ക്. എന്നിട്ട് 3-ാം അധ്യായം സൂറത്ത് ആൽ ഇമ്രാനിലെ 64-65 വാക്യങ്ങളും അതിന് മേമ്പൊടിയായിക്കൊണ്ട് പ്രവാചകൻ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കത്ത് കിട്ടിയ ഉടനെ റോമൻ ചക്രവർത്തി ചെയ്തത്, അദ്ദേഹം മുഹമ്മദ് നബിയെക്കുറിച്ചൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് ആ സമയത്ത് അദ്ദേഹം അന്വേഷിച്ചു, ഈ മുഹമ്മദിൻ്റെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ റോമിലേക്ക് ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മുഹമ്മദിൻ്റെ കുടുംബക്കാരനും ബന്ധുവും എന്നാൽ മുഹമ്മദിനോട് ശത്രുതയും പുലർത്തുന്ന അബൂ സുഫിയാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് റോമൻ ചക്രവർത്തി അബൂ സുഫിയാനോട് നടത്തിയ ചോദ്യവും അതിൻ്റെ മറുപടിയും അതിൻ്റെ വിലയിരുത്തലും ഇങ്ങനെയാണ്.
അദ്ദേഹം ചോദിച്ചു, ഈ മുഹമ്മദിൻ്റെ ബാപ്പാപ്പന്മാരിൽ ആരെങ്കിലും ഒരാൾ രാജാവായിരുന്നിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ഇദ്ദേഹം നബിയാണെന്ന് പറയുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാൾ ഞാൻ നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനും അബൂ സുഫിയാൻ്റെ മറുപടി ഇല്ല. മൂന്നാമതായി, ഈ മുഹമ്മദ് നിങ്ങളിൽ ഒരു നല്ല തറവാടിത്തമുള്ളവനാണോ അതല്ല അത്ര പ്രശസ്തനല്ല അല്ലാത്തവനാണോ? അദ്ദേഹം പറഞ്ഞു, ഒരു നല്ല തറവാടിത്തമുള്ളവനാണ്. നാലാമത്തത്, മുഹമ്മദ് പ്രവാചകനാണ് എന്ന് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് അദ്ദേഹം കളവ് പറയുന്നതായി നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണമുണ്ടോ? അവർ പറഞ്ഞു, ഇന്ന് വരെ ഞങ്ങൾക്കത് പരിചയമില്ല കളവ് പറഞ്ഞതായി. അഞ്ചാമത്തത്, അദ്ദേഹത്തിനെ സമൂഹത്തിൽ നിന്ന് പിന്തുടരുന്നത് പാവങ്ങളാണോ അതല്ല സമ്പന്നന്മാരാണോ? അബൂ സുഫിയാൻ്റെ മറുപടി പാവങ്ങളാണ്. ആറാമത്തത്, അദ്ദേഹത്തിൻ്റെ അനുയായികൾ നാൾക്ക് നാൾ വർദ്ധിക്കുകയാണോ അതല്ല കുറഞ്ഞു വരികയാണോ? അബൂ സുഫിയാൻ്റെ മറുപടി നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. ഏഴാമത്തത്, ഈ മുഹമ്മദിൻ്റെ ദീനിൽ പ്രവേശിച്ച ഏതെങ്കിലും ഒരാൾ പ്രവേശിച്ചതിന് ശേഷം വെറുത്തുകൊണ്ട് ഈ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ? മറുപടി ഇല്ല. എട്ടാമത്തത്, നിങ്ങൾ അദ്ദേഹവുമായി യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. യുദ്ധം ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കും, ചിലപ്പോൾ അദ്ദേഹം വിജയിക്കും, അദ്ദേഹത്തിൻ്റെ ആളുകൾ വിജയിക്കും. ഒൻപതാമത്തത്, അദ്ദേഹം നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ? അപ്പം അതിൻ്റെ മറുപടി ഇല്ല, ഇന്ന് വരെ ചതിച്ചിട്ടില്ല. എനിക്ക് പറയാൻ കഴിഞ്ഞത് അത്രമാത്രമാണെന്ന് പിന്നീട് മുസ്ലിമായപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. പത്താമത്തത്, എന്താണ് ഈ മുഹമ്മദ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? എന്താണ്? അതിൻ്റെ മറുപടി ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. റബ്ബിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനും ഞങ്ങളെ ബാപ്പാപ്പന്മാർ ആരാധിച്ചു വന്നിരുന്ന ഈ വിഗ്രഹങ്ങളെ മുഴുവനും ഒഴിവാക്കാനും നമസ്കരിക്കാനും സത്യം പറയാനും ചാരിത്രം സൂക്ഷിക്കുവാനും കുടുംബബന്ധം ചാർത്താനുമാണ് മുഹമ്മദ് കൽപ്പിക്കുന്നത്. ശേഷം റോമൻ ചക്രവർത്തി ചോദ്യത്തിനെയും അദ്ദേഹത്തിൻ്റെ മറുപടിയെയും വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തൽ ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ബാപ്പാപ്പന്മാരിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടായിട്ടുണ്ടോ എന്ന്. നിങ്ങൾ പറഞ്ഞ മറുപടി ഇല്ല എന്നാണ്. ഉണ്ട് എന്നായിരുന്നു നിങ്ങളുടെ മറുപടിയെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബാപ്പാപ്പന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അധികാരം തിരിച്ചു പിടിക്കാൻ മുഹമ്മദ് കാണിക്കുന്ന ഐഡിയയാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. രണ്ടാമതേ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഇതേ മുഹമ്മദ് നബിയാണെന്ന് വാദിക്കുന്നതിന് മുമ്പ് ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾ നബിയാണെന്ന് വാദിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, അവിടെയുള്ള ഒരാളെ മുഹമ്മദ് കോപ്പി അടിച്ചതാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. അതുമില്ല. മൂന്നാമതായി ഞാൻ നിങ്ങളോട് ചോദിച്ചു, അദ്ദേഹത്തിന് നിങ്ങൾ കള്ളം പറഞ്ഞതായി തെറ്റിദ്ധരിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ മറുപടി ഇല്ല എന്നാണ്. ഉണ്ട് എന്നായിരുന്നു മറുപടിയെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. പക്ഷേ അമ്പിയാക്കന്മാർ കള്ളം പറയാറില്ല. സ്വന്തത്തിൻ്റെ മേൽ കളവ് പറയുന്ന ഒരാൾ, കളവ് പറയാത്ത ഒരാൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്തായാലും കളവ് പറയാൻ സാധ്യതയില്ല. നാലാമത്തത്, ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഏറ്റവും താഴേക്കടയിലുള്ള ആളുകളാണോ അതല്ല സമ്പന്നന്മാരാണോ അദ്ദേഹത്തിനെ പിന്തുടരുന്നത്? നിങ്ങളെന്നോട് പറഞ്ഞത് വളരെ ദുർബലരായ പാവങ്ങളെ ആൾക്കാരാണ്. അപ്രകാരമാണ് അമ്പിയാക്കന്മാരുടെ അനുയായികൾ. പിന്നീട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ അനുയായികൾ നാൾക്ക് നാൾ വർദ്ധിക്കുകയാണോ അതല്ല കുറയുകയാണോ? നിങ്ങൾ പറഞ്ഞ മറുപടി അധികരിക്കുകയാണ് എന്നാണ്. കദാലിക്കൽ ഈമാനു ഹത്താ യുത്തിമ്മ, വിശ്വാസം അങ്ങനെയാണ്, അത് പൂർണ്ണമാകുന്നതുവരെ അധികരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ദീനിൽ പ്രവേശിച്ച ഏതെങ്കിലും ഒരാൾ അത് വെറുത്തുകൊണ്ട് പുറത്തു പോയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഇല്ല. വിശ്വാസം ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കുടിയിരുന്നാൽ പിന്നീട് ആ വിശ്വാസത്തെ വെറുത്തുകൊണ്ട് ഒരാളും പുറത്തു പോവുകയില്ല. കൊണ്ടുവന്ന ഒരു ദൗത്യം സത്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവതാണ്. പിന്നീട് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ യുദ്ധം ചെയ്യാറുണ്ടോ എന്നാണ്. പറഞ്ഞ മറുപടി ഉണ്ട് എന്നാണ്. നിങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കും, ചിലപ്പോൾ അവർ വിജയിക്കും. എല്ലാ വിജയവും അമ്പിയാക്കന്മാരായിരിക്കില്ല,
അവർക്ക് അനുകൂലമായിരിക്കില്ല, പക്ഷേ അന്തിമ വിജയം അവർക്കായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിച്ചു, അദ്ദേഹം നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ, വഞ്ചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ മറുപടി വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല എന്നാണ്. അമ്പിയാക്കന്മാരങ്ങനെയാണ്, അവർ ചതിക്കൂല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 5107, 2681, 2804 തുടങ്ങിയ ഒരു ഹദീസിൻ്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അഥവാ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ്. അദ്ദേഹം വിശ്വാസിയായില്ല, അത് വേറെ വിഷയം. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളീ പറയുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം പോലും ആ മുഹമ്മദിൻ്റെ കീഴിൽ വരും. എനിക്ക് അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് എനിക്ക് എത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനവിടെ പോകുമായിരുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ കെടുകുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അനുയായികളോട് പറഞ്ഞു, നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെ പിന്തുടരണമെന്ന് പറഞ്ഞു. അതേപോലെ ഇതേപോലത്തെ ഒരു ഹാളിലേക്കായിരുന്നു ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരുന്നിട്ട് അതിൻ്റെ വാതിലൊക്കെ അടക്കാൻ വേണ്ടി പറഞ്ഞു. ഇവർ ഈ വാക്ക് കേട്ടപ്പോൾ ഈ ഹാളിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ഓടുകയാണ്. പക്ഷെ വാതിലടച്ചു കണ്ടപ്പോൾ അവരിങ്ങോട്ട് തന്നെ മടങ്ങി. അപ്പം അദ്ദേഹം പറഞ്ഞ്, ഞാൻ നിങ്ങളെ പരീക്ഷിച്ചതാണ്. നിങ്ങളുടെ ദീനിനെതിരെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ദീനിനോട് നിങ്ങളുടെ മതത്തിനോട്, നിങ്ങളുടെ ആദർശത്തിനോട് നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ട് എന്നറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ആ രൂപത്തിലാണ് അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു പോയത്. ഇത് ഒരു വിശ്വാസിയായ നമുക്കുള്ള ഒന്നാമത്തെ ഒരു സിമ്പലാണ്. ഇതായിരിക്കണം നമ്മളെ സിമ്പൽ. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ. ഒരിക്കലേ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന അബൂജഹലും അബൂ സുഫിയാനും മഹ്റസിനെ ചൊറിയിക്കും. കഅബാലയത്തിൻ്റെ ഓരത്തിരുന്നു കൊണ്ട് മുത്തുനബിയുടെ ഖുർആൻ പാരായണം കട്ട് കേൾക്കാൻ വേണ്ടി വന്നൊരു ചരിത്രമുണ്ട്. സീറത്ത് ഇബ്നു ഹിശാമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ സുഫിയാൻ വന്ന അബൂജഹലിന് അറിയില്ല, അബൂജഹൽ വന്നത് അഹ്നസിനെ ചൊറിയിക്കൽ അറിയില്ല. പക്ഷെ പിരിഞ്ഞു പോണ സമയത്ത് 3 പേരും പരസ്പരം കണ്ടു. അവർ പറഞ്ഞു, നാളെ നിങ്ങൾ വരരുത്, കാരണം നമ്മുടെ അനുയായികൾ നമ്മളെ കണ്ടാൽ അവർക്ക് സഹിക്കില്ല. പക്ഷേ പിറ്റേന്നും അതേ സമയമായപ്പോൾ അവർക്കത് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ പോയി. 1 അല്ല 3 ദിവസം അങ്ങനെ ആവർത്തിക്കുകയുണ്ടായി. ആ ഭാഷ അവരിലുണ്ടാക്കിയ സ്വാധീനമാണ് അത്, ഒരന്വേഷണമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ്റെ സഹാബാക്കളിൽ നിന്ന് ഹിജറ വന്ന് മദീനയിലെ ബഖീയിൽ ആദ്യമായി മറവ് ചെയ്യപ്പെട്ട സഹാബി. അദ്ദേഹം മുസ്ലിമാകുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൻ്റെ ശകലം കേട്ടുകൊണ്ടാണ്. സൂറത്ത് നഹ്ലിലെ 90-ാമത്തെ ആയത്ത്. വലീദ് ഇബ്നു മുഗീറ, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ വലീദ് ഇബ്നു മുഗീറ മുഹമ്മദ് നബി ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇറങ്ങുന്ന ആയത്തുകളുടെ ഒരു സിമ്പൽ, ഒരു അടയാളം അതിന് ഓതി കൊടുക്കുകയാണ്. ആയത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതി കൊണ്ടും നന്മ കൊണ്ടുമാണ് എന്നുള്ള ആയത്തോതി കൊടുത്തിട്ട് വലീദ് ഇബ്നു മുഗീറ പറയുന്നുണ്ട്, ഇതൊക്കെയാണ് മുഹമ്മദിന് ഇറങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആയിദ് ഒന്നുകൂടെ പറ. ഞാൻ അവസാനം അദ്ദേഹം വീണ്ടും കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നലഹു ലഹലാവ വ ഇന്ന അലൈഹി ലതലാവ. ആ വാക്കിനൊരു മാധുര്യമുണ്ട്. മറ്റുള്ള ഏതൊരു വാക്കിനെയും മികച്ചു വെക്കാനുള്ള, തകർക്കാനുള്ള ഒരു കഴിവ് ആ വാക്കിനുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ആവർത്തിച്ച് കേട്ടതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, കൈഫ യസ്നഉ മൻ അറാദ ദുഖൂല ഫീ ഹാദിദ് ദീൻ. ഈ ദീനിൽ പ്രവേശിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു അന്വേഷണ ബുദ്ധിയാണ്, ആ ഒരു സിമ്പലാണ്, ഒരു അടയാളമാണ് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. രണ്ടാമതായി ഒരു വിശ്വാസിയുടെ സിമ്പൽ എന്ന് പറയുന്നത് സത്യം അന്വേഷിച്ച മനസ്സിലായാൽ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പിൻപറ്റുക എന്നുള്ളതാണ്. ചരിത്രം നമ്മൾ വായിക്കുമ്പോഴേ യമനിലൊരു കവി ഉണ്ടായിരുന്നു, പേര് തുഫൈൽ ഇബ്നു അംർ ദൗസി എന്നാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാർ മക്കയിലേക്ക് വരുമ്പോൾ ഒരു വസിയത്ത് കൊടുക്കലുണ്ട്, സൂക്ഷിക്കണം കേട്ടോ, സൗദി ഗവൺമെൻറ്റാണ്, വഹാബികളെ ഗവൺമെൻറ്റാണ്, കരുതണം കേട്ടോ എന്ന് പറയാറുണ്ട്. അതേപോലെ തുഫൈൽ ഇബ്നു അംർ ദൗസി യമനിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, കഅബാലയത്തിൻ്റെ ഓരത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന മുഹമ്മദിൻ്റെ ഖിറാത്ത് നിങ്ങൾ കേട്ടാൽ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് കേട്ടപ്പോൾ പിഴക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ പഞ്ഞി തിരികിയിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. അഥവാ മുത്തുനബിയുടെ ഖുർആൻ പാരായണം കേൾക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തവാഫ് തുടങ്ങി. ഒരു ശൗത്ത് കഴിഞ്ഞ്
മുഹമ്മദ് നബി ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തിയപ്പോൾ തൻ്റെ ചെവിയിലിരുന്ന ആ പഞ്ഞി അദ്ദേഹം ഒന്ന് താഴ്ത്തി വെച്ചു. രണ്ടാമത്തെ ചുറ്റും എത്തിയപ്പോഴും പഞ്ഞി താഴ്ത്തി വെച്ചു. പിന്നീട് പഞ്ഞെടുത്ത് അദ്ദേഹം വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, കൈഫയസ്സിനോമൻ ആറാദുഖുല ഫിഹാദദ്ദീൻ, ഈ ദീനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ പിന്നീട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ അടയാളം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതാശേഷണം ഞാനത് വിശദീകരിക്കേണ്ടതില്ല, നമ്മൾ ഒരുപാട് കേട്ടതാണ്. പെങ്ങൾ ഫാത്തിമയുടെ കയ്യിൽ നിന്ന് ആ ഖുർആൻ്റെ ഏടുകൾ വാങ്ങിച്ച് അളിയനായ സയ്യിദ് ബിൻ സയ്യിദിനെ തല്ലി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ആ കാര്യം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച ആ ചരിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ. അതേപോലെ മദീനയിലെ അംബാസഡർ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, അതേ മദീനയിലെ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ ആ ഖുർആൻ ക്ലാസ് കലക്കാൻ വേണ്ടി വന്ന രണ്ടാൾക്കാരുണ്ട്, ചില്ലറക്കാരല്ല. ഒന്ന് സയ്യിദ് ബിൻ മുആദാണ്, രണ്ടാമത്തെ ഉസൈദ് ബിൻ ഹുദൈറ. രണ്ടുപേരും വന്നു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ സൂറത്ത് സുഖ്റുഫിലെ ആദ്യ വാക്യമാണ്, 43-ാം അധ്യായം സൂറത്ത് സുഖ്റുഫിലെ ആദ്യ വാക്യം, ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി അറബി ഭാഷയുള്ള ഖുർആനാണ് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത് എന്ന ആ ആയത്ത് കേട്ടപ്പോഴേ അവർ ഞങ്ങൾക്കിത് വേണ്ട, ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്ന് കേട്ടുകൂടെ നിങ്ങൾക്ക്? ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുസരിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കാളി. അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ് കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അവർ രണ്ടുപേരും ചോദിച്ചു, കൈഫിയസ്സനോമൻ ആറാദുഖുല ഫിഹാദദ്ദീൻ, ഈ ദീനിൽ പ്രവേശിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ രണ്ടാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് അതാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് അത് മനസ്സിലായാൽ പിന്നീട് ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പിൻപറ്റുന്നതിനും വിശ്വാസിക്ക് മാതൃകയുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ അതായത് കള്ള് നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് സൗദി അറേബ്യയിലെ അത് അന്നത്തെ ജസീറത്തുൽ അറബിലെ ഏറ്റവും വലിയ കള്ളുഷാപ്പുകാരനായിരുന്നു. അബൂ തൽഹയുടെ കള്ളിച്ചാപ്പിൽ കള്ള് ഒഴിച്ചെടുക്കുന്നത് അനസ് ബിൻ മാലിക്കാണ്. കള്ള് കുടിക്കാൻ വന്ന ആരൊക്കെ അറിയങ്ങൾ? ഇബ്സാൽസൻ പറഞ്ഞു, ലിക്കുല്ലി ഉമ്മത്തിൻ അമീൻ വ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്. ഓരോ സമുദായത്തിനും ഓരോ വിശ്വസ്തന്മാരുണ്ട്. എൻ്റെ സമുദായത്തിലെ വിശ്വസ്തൻ അബൂ ഉബൈദ, അദ്ദേഹമുണ്ട്. ഉബയ്യ് ബിൻ കഅബുണ്ട്, സുഹൈൽ ബിൻ ബൈദാവുണ്ട്. ഇവർക്ക് മൂന്ന് പേർക്കും അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു കള്ളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് മീശ മുളക്കാത്ത പ്രായപൂർത്തിയെത്താത്ത ഒരു ചെറിയ കുട്ടി വിളിച്ചു പറഞ്ഞു നടക്കുന്നു, അല ഇന്നൽ ഖംറ ഖദ് ഹുരിമത്ത് വജുഇലത്ത് അലൽ ശിർക്ക്, കള്ള് വിരോധിച്ചിട്ടുണ്ട്, അത് ശിർക്കിന് സമാനമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ അനസേ, ആ കള്ളിൻ്റെ പാത്രം ചിരിച്ചിട്ടാണ്, ഇനി നമുക്കിത് വേണ്ട. ഉണ്ടാക്കി കള്ള് വിൽക്കാനുള്ള സംവിധാനം സൗകര്യം ചെയ്തു തരണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അപ്പീര് പോവുകയോ മുഹമ്മദ് നബിയുടെ വീട് വളയുകയോ മുഹമ്മദ് നബിയുടെ ഒരു സമരം നടത്തുകയോ ഒന്നുമില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി പറയാം. ചരിത്രത്തിൽ എന്താ കാണുക നിങ്ങൾ? ഫജറത്ത് ഫീ സിക്കക്കിൽ മദീന എന്നാണ്. അന്ന് മദീനയിലെ അഴുക്കുചാലുകളോട് ഒഴുകിയിരുന്നത് കള്ളാണെന്നാണ് ഞാനിത് വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദാമിത്തു ഫദ്ഫുന്നി ഇലാ ജംബി കർമത്തിൻ തുറവി ഇളാമി ബഅദ മൗതി ഉറൂഖഹ ഫലാ തദ്ഫുനന്നി ഫീ ഫലാത്തിൻ ബസീതത്തിൻ അഖാഫു ഇദാ മാ മിത്തു അല്ലാ ദൂഖഹ. ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ മുന്തിരിവള്ളിയുടെ ചോട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടണം. കാരണം നുരുമ്പിപ്പോയ എൻ്റെ എല്ലുകൾക്ക് ആ കള്ളിൻ്റെ ഒറിജിനൽ കള്ളിങ്ങനെ വാരിയെടുക്കാൻ അല്ലെങ്കിൽ അത് ഊറ്റി കുടിക്കാൻ അങ്ങനെ ചെയ്യണമെന്ന് മരണാസമയത്ത് വസിയത്ത് ചെയ്ത സഹാബ വസിയത്ത് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തീർച്ചയായും അന്നിൻ്റെ ആ മദീനയിലെ അഴുക്കുചാലുകളിലൂടെ ഒഴുകിയിരുന്ന് കള്ള് തന്നെയായിരിക്കണമെന്നാണ് എൻ്റെയും വിശ്വാസം. അതാണ്. എന്നാൽ അത് ഒഴിവാക്കാൻ നോക്കൂ നിങ്ങൾ. ഓനൊരു കുട്ടിയല്ലേ, മീശ മുളക്കാത്തവനല്ലേ, പ്രായപൂർത്തിയെത്താത്തവനല്ലേ എന്നല്ല, ബോധ്യപ്പെട്ടു, അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഖുർആനിലെ സൂറത്ത് ഹുജറാത്തിൽ 2-ാമത്തെ ആയത്തിറങ്ങി. അതായത് ആയത്തിൻ്റെ അർത്ഥം ഇതാണ്: സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകൻ്റെ അടുക്കൽ വെച്ച് പ്രവാചകൻ്റെ ശബ്ദത്തേക്കാളേറെ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല. അങ്ങനെ വന്നാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ അറിയാതെ നിഷ്ഫലമായി പോകും. ഈ ആയത്തിറങ്ങിയപ്പോൾ പ്രവാചകൻ്റെ സദസ്സിൽ നിന്ന് പ്രവാചകൻ്റെ പ്രാസംഗികൻ എന്ന പേരറിയപ്പെടുന്ന ഒരാളുണ്ട്. പേര് മഹാനായ സാബിത്ത് ബിൻ ഖൈസാണ്.
അദ്ദേഹത്തെ കാണാനില്ല. നബി ചോദിച്ചു, മാഷെന്നു സാബിത്തിന് എന്താ പറ്റിയത്? ആൾക്കാർ പറഞ്ഞു, നബി ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ആരോ വീട്ടിൽ പോയി നോക്കി, അദ്ദേഹം വീടിൻ്റെ കഥ കടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിവരം ഒന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, വരാൻ വേണ്ടി പറ. വന്നപ്പോൾ ചോദിച്ചേ, എന്തേ എനിക്ക് പറ്റിയ എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ നിങ്ങളെക്കാളേറെ ശബ്ദമുള്ള ആളാണ്. അതായത് മുത്തനബിൻ്റെ കാലത്ത് മൈക്കൊന്നുമില്ലല്ലോ. ഒരു സംഘം ആൾക്കാർ വരുമ്പോൾ അവരോട് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി പ്രവാചകനെ ഏൽപ്പിക്കാറുണ്ടായിരുന്നത് ഈ സാബിത്ത് ബിൻ ഖൈസിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പേടി, പ്രവാചകരെ ആ ആയത്തിറങ്ങിയിരിക്കുന്ന എൻ്റെ വിഷയത്തിലായിരിക്കാം. നിങ്ങളുടെ ഹബീബിൻ്റെ സദസ്സിൽ വെച്ച് നിങ്ങളുടെ ശബ്ദത്തിനേക്കാളേറെ എൻ്റെ ശബ്ദമെങ്ങാനും ഉയരുമ്പോൾ എൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയാലോ? അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല. മുസ്സലം പറഞ്ഞു, പക്ഷെ താങ്കൾ അതിൽപ്പെട്ടയാളല്ല. ബൽ തഹീശു ഹമീദൻ വതുഖ്തലു ഷഹീദൻ വയുദ്ഖിലുക്കല്ലാഹു ബിസലാം. താങ്കൾ സ്തുത്യർഹനായി ജീവിക്കുകയും അതേപോലെ നിങ്ങൾ ഷഹീദായി കൊല്ലപ്പെടുകയും നിങ്ങളെ സമാധാനത്തിൻ്റെ ഗേഹമാവുന്ന സ്വർഗത്തിൽ താങ്കൾ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് ഭൂമി ലോകത്ത് നിന്ന് പടച്ചറബിൻ്റെ പ്രവാചകൻ്റെ സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഖതീബ് റസൂലില്ല പ്രവാചകൻ്റെ പ്രാസംഗികൻ സാബിത്ത് ബിൻ ഖൈസ്. ആ ആയത്ത് കേട്ടപ്പോണ്ടായ ഒരായത്തിൻ്റെ ശകലം അതുണ്ടാക്കിയ മാറ്റം നോക്കൂ നിങ്ങൾ. ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ ഒരു വാക്യമുണ്ട്, വലിയദിരിബിന ബി ഹുമുരിഹിന്നാല ജുജൂബിഹിന്ന. സ്ത്രീകൾ ആദ്യമായുള്ള മാറുടെ മറക്കണം എന്ന് പറയുന്ന ഒരായത്തിറങ്ങുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകൻ്റെ സദസ്സിൽ നിന്ന് സ്ത്രീകൾ എണീറ്റു. അവർ നേരെ പോയത് വീട്ടിലേക്കാണ്. എന്തിനറിയങ്ങൾ? അവർ താമസിക്കുന്ന വീടിൻ്റെ ടെൻറ്റ് കീറിയിട്ട് മാറുടം മറക്കാൻ. ഇങ്ങനെ ഒരു സമൂഹത്തിന് ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? കാരണം മാറുടം മറക്കണം എന്നുള്ള ആയത്തിറങ്ങുകയാണ്. വീടിന് ഈ ടെൻറ്റില്ലാത്ത ആളുകൾ ചെയ്തത്, അവിടെ ആങ്ങളമാരെ താങ്ങിപ്പിടിച്ച് മരത്തിൽ കയറ്റിയിട്ട് ആ മരത്തിൻ്റെ വലിയ ഇലകളെയുമെന്ന് പറിച്ചിട്ടേ മാറുടം കിട്ടിയ, അഥവാ ഇന്ന് അന്തമാനിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നാണം മറച്ചൊരു സമൂഹത്തിന് ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ പ്രിയപ്പെട്ടവരെ കാണുക സാധ്യമല്ല. എന്താ നിങ്ങൾ? ഒരു കാര്യം അന്വേഷിച്ചു, കണ്ടെത്തി, യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു, പിന്നീട് സ്വീകരിക്കുക എന്നുള്ളതാണ് അവരിലുണ്ടായ ഒരു മാറ്റം. അതാണ് പിന്നീട് നമ്മൾ വേണ്ടത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നാലാമത്തത്, അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു നീക്കുപോക്കില്ല, അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ്. ഇസ്ലാമിക വിഷയങ്ങളിൽ, ആരാധനപരമായ കാര്യങ്ങളിൽ അതങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ആരാധനപരമായ കാര്യങ്ങൾ അങ്ങനെയാണ്. മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകൻ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന എങ്ങനെയാണ്? അതാണ് റസൂൽ പറഞ്ഞത്, രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴേ അവസാനമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണെങ്കിൽ, എന്നിട്ട് ആ രാത്രി നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്കാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വൽജതു വഹരി ഇലൈക റഗ്ബത്തൻ വറഹബത്തൻ മിൻ കലാം എന്ന് പറയുന്ന അല്പം ദീർഘമായ പ്രാർത്ഥന. പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്കുള്ള താക്കോലുകളാണ്. അത് നമ്മൾ കണ്ടെത്തണം, പഠിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥന നിർത്തലം പറഞ്ഞു, ഇതൊരാൾ രാത്രി അവസാനമായി പ്രാർത്ഥിച്ചു, എന്നിട്ട് ഉറങ്ങി, ആ രാത്രി അവൻ്റെ റൂഹിനെ പിടിക്കപ്പെട്ടാൽ അവൻ സ്വർഗത്തിലേക്കാണ്. ആർക്കറിയാം? ഒരു മനുഷ്യൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമാണ്. രണ്ട് സന്ദർഭത്തിലാണ് അത്ര ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ പടച്ചറബ് പിടിക്കുക. അല്ലാഹു യതവഫൽ അൻഫുസഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസിക്കു ലതീ ഖദാ അലൈഹിൽ മൗത വയുർസിലു ഉഖ്റ ഇലാ അജലിൻ മുസമ്മാ. മരണവേളയിലും ഉറക്കവേളയിലുമാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ പിടിക്കുക. ആ ആത്മാവ് രണ്ടാമതും തിരിച്ചു വന്നാലോ നമ്മളൊക്കെ പഴയ പേരിൽ വരും, ഇല്ലെങ്കിൽ നമ്മളെ പേര് മാറും. പേര് മാറുമെന്ന് പറഞ്ഞാൽ ഒരിക്കലേ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമറിൻ്റെ ചുബയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഫൈനക ലാ തദ്രി യാ അബ്ദുല്ലാ മസ്മുക ഗദാ. അബ്ദുള്ള, നിനക്കറിയൂല സമീപ ഭാവിയിൽ നിൻ്റെ പേരെന്തായിരിക്കുന്നുള്ളത്. ഈ സമയത്ത് ഞാൻ മരിച്ചാലേ എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്ന പേര് മയ്യത്തെന്നാണ്. ആ പേര് ഇന്ന് വരെ എനിക്ക് ഉള്ളിൽ നിന്ന് കേൾക്കേണ്ടി എന്നിട്ടില്ല, കേൾക്കൂല, കേട്ട അവസാനത്തെ കേൾക്കൂല കാര്യം. പക്ഷേ മരണപ്പെട്ടാൽ പിന്നീട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി എന്നൊന്നല്ല പറയാം, പിന്നെ പറയുന്ന പേര് മയ്യത്തെന്നാണ്. വിളിക്കും എൻ്റെ കൂട്ടുകാർ എന്നുള്ള നിലക്ക് നിങ്ങളെ വിളിക്കും. മയ്യത്ത് കൊണ്ടുപോയാന്ന് ചോദിക്കുക. ഇക്കാനെ കൊണ്ടുപോയോ മെയ്തിങ്ങോനെ കൊണ്ടുപോയോ ചോദിക്കൂല. എപ്പോഴും മാറാം, എവിടെ വെച്ചും മാറാം. ലോകത്തൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത സാധനം ചൈന നിർമ്മിച്ച ഏതെങ്കിലും ടോയ്സ് അല്ല. അത് ഈ കാണുന്ന മനുഷ്യൻ്റെ ശരീരമാണ്. എവിടെ വെച്ചുമാകാം, ഏത് രൂപത്തിലുമാകാം. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത്. ശരി,
ഇത് ഖുർആനിൽ ആയത്ത് പഠിക്കുന്ന രൂപത്തിൽ പഠിപ്പിക്കുന്ന രൂപത്തിൽ നബി ഞങ്ങളെ പഠിച്ചു എന്നൊക്കെ സഹാബൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗം അല്ലാഹുമ്മ ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത വബി നബിയിക്കല്ലദി അർസൽത എന്നാണ്. ആ ഭാഗത്തെത്തിയപ്പോഴേ ബറാഅ് ഇബ്നു ആസിബ് നബിനോട് പറഞ്ഞു, നബി ഞാൻ ഈ പ്രാർത്ഥന പഠിച്ചണമെന്ന് പാഠം നോക്കുക. നബിയും സഹാബാക്കളും അപ്രകാരമായിരുന്നു. ഒരു പ്രവാചകന്റെ മദ്രസയിലാണ് അവർ പഠിച്ചത്. നബി ആരാണെന്ന് സദസ്സിലേക്ക് വന്നാൽ പുറത്തു നിന്ന് വരുന്ന ഒരാൾക്ക് അറിയുമായിരുന്നില്ല. നബി ആരാണ്, സഹാബത്താരാണെന്നുള്ളത് ഒരു വ്യത്യാസങ്ങളുണ്ടായിരുന്നില്ല. പച്ച ജുബ്ബയുമിട്ട് എല്ലാറ്റിൽ നിന്നും മാറി നിന്ന് ആരാധനാകർമ്മങ്ങളില്ലാതെ ഒരു വലിയ ഔലിയായിട്ട് ഇങ്ങനെ ചമയുന്ന രൂപമായിരുന്നില്ല മുത്തുനബിക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ ഒരുത്തനായി, അവരിൽ ഒരാളായി ആയിരുന്നു പ്രവാചകന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ നബിയോട് ബറാഅ് ഇബ്നു ആസിബ് പറഞ്ഞു, നബി എന്നെ പ്രാർത്ഥന പഠിച്ചു, നിങ്ങളൊന്ന് കാണാപ്പടം നോക്കുമോ? എന്നാ പറ. ആ ചൊല്ലിക്കൊടുത്ത സമയത്ത് ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത വബി നബിയിക്കല്ലദി അർസൽത എന്ന് പറയേണ്ടടുത്ത് വബി നബിയിക്ക എന്ന് പറയേണ്ടടുത്ത് വബി റസൂലിക്ക എന്ന് പറഞ്ഞു. നീ പറഞ്ഞില്ല, അങ്ങനെയല്ല, വബി നബിയിക്ക എന്ന് തന്നെ പറയണം. ആരാധനപരമായ കാര്യങ്ങൾ അങ്ങനെയാണ്. അതിലെന്ത് ചെയ്യ പാടില്ല, അത് നീക്കുപോക്ക് പാടില്ല. കൈ ഇവിടെ കിട്ടിയാലും ശരി, ഇവിടെ കിട്ടിയാലും ശരി, ഇങ്ങനെ ഇട്ടാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി എന്ന് പഠിപ്പിക്കാൻ ഒരു നബി വരേണ്ട ആവശ്യമില്ല. അതിനിവിടെ ശൈത്താന്മാരുണ്ട്, പിശാചുക്കളുണ്ട്. ഒന്ന് മാത്രമാണ് ശരിയെന്ന് പറയാനാണ് നബിമാർ വരേണ്ടത്. അതിനാണ് അൽ ഹഖ്ഖു വാഹിദുൻ ലാ യതഅദ്ദദ്. സത്യം ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ടെണ്ണം ഉണ്ടാവില്ല. അതും ശരിയാണ്, ഇതും ശരിയാണ്, അങ്ങനെ ഒരു പരിപാടി ഒന്നും ഉണ്ടാവില്ല, ഇസ്ലാമിലുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ശാഖാപരമായ വിഷയങ്ങൾ വരിപ്പന്തത്തിന് തർക്കിക്കണമെന്നതിനാണ്. അങ്ങനെ ഒരു വിഷയം മതപരമായ വിഷയത്തിലില്ല. ഒരു യുദ്ധം കഴിഞ്ഞ് രണ്ടാമത്തെ യുദ്ധത്തിന് പോണ സമയത്ത് സഹാബാക്കളോട് നബി പറഞ്ഞിരുന്നു, നിങ്ങൾ അസ്ർ അവിടുന്ന് പോയി നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പോണ സമയത്ത് സഹാബാക്കൾ ചർച്ച, അത് സമയം വൈകേണ്ടെന്നുള്ളവർക്ക് നബി പറഞ്ഞതായിരിക്കാം, നമുക്ക് ഇവിടെ നിസ്കരിക്കാം, നിസ്കാരത്തിന് സമയം കഴിയുകയാണ്. അങ്ങനെ ധൃതിപ്പെട്ട് ഒതുകൊടുക്കുന്നതിനും ഇടയിൽ ചില സഹാബത്തിൻ്റെ കാലിൻ്റെ പിൻഭാഗത്ത് ഒരു നയ പൈസയുടെ രൂപത്തിൽ വട്ടത്തിൽ വെള്ളം നനയാത്ത കണ്ട് നബി പറഞ്ഞു, വൈലുൽ അഖാബി മിനന്നാർ, വൈലുൽ അഖാബി മിനന്നാർ. ആ ഭാഗം നരകത്തിലാണ്. ഇത്രയല്ലേ ഉള്ളൂ. ഒരു നയാ പൈസയുടെ വട്ടത്തിലല്ലേ. ആരാധനപരമായ കാര്യങ്ങൾ അങ്ങനെയാണ്. അതിലെന്തില്ല, അതിപ്പോൾ ഒരു കാലിന് പറയണോ എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. നബിക്കും നബി കുടുംബത്തിനും സക്കാത്ത് തിന്നാൻ പാടില്ല. മുത്തുനബിൻ്റെ പേരക്കുട്ടി അല്ലേ, ആ നബി നമസ്കാരം ദീർഘിപ്പിക്കും. ഒരിക്കലേ സുജൂദിൽ കടന്ന നബി എണീക്കണില്ല. സഹാബക്കൾ ഇങ്ങനെ കണ്ണിട്ട് നോക്കി, എന്തേ ഇപ്പം നബി എണീക്കാത്തത് എന്താണ്? എന്താ കാരണം എന്ന് പറയുന്നത്, ഹസൻ റളിയല്ലാഹു തആല കയറിയിട്ട് വണ്ടി വിടുക മുത്തുനബിൻ്റെ പുറത്തിരുന്നു കൊണ്ട്. എൻ്റെ കുട്ടിക്ക് പ്രയാസമാകുമെന്നുള്ള പേടി കാരണത്താലാണ് ഞാൻ എണീക്കാതിരുന്നതെന്നാണ്. ആ കുട്ടിയെ വിശന്ന് വലഞ്ഞ് ഈ സക്കാത്തിൻ്റെ കാരക്ക് കൂട്ടിവെച്ചതിലൂടെ കടന്നു പോകുമ്പോഴേ നബി പറയുന്നുണ്ട്, ഈ സക്കാത്തിൻ്റെതായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷിക്കുമായിരുന്നാണ്. കാരണം എന്തേ, അള്ളാൻ്റെ ഹബീബ് അങ്ങനെയാണ് അല്ലേ. മുത്തുനബിൻ്റെ ചില പ്രവാചകൻ്റെ ഭക്ഷണക്രമത്തെക്കുറിച്ചും നബിയുടെ ചില അവസ്ഥയെക്കുറിച്ചും നബിക്ക് കിട്ടാത്ത ചില നമുക്ക് മാത്രം ലഭിച്ച ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അള്ളാൻ്റെ ഹബീബിന്, നമ്മുടെ ഹബീബിന് ആകെ ഒരു കൂട്ടം വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എത്ര കൂട്ടം വസ്ത്രം എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഹബീബ് ഒരിക്കൽ പോലും തീന്മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹബീബ് ഐസല്ലാൻ്റെ വാക്കതാണ്, എൻ്റെ റസൂലുള്ള എൻ്റെ ഹബീബ് ഒരിക്കൽ പോലും നേരിയ പത്തിരി കഴിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിലോ നേരിയ പത്തിരി അല്ലാതെ കഴിച്ചിട്ടില്ല. എൻ്റെ ഹബീബിൻ്റെ ഭക്ഷണം എന്താ പറയുക, ദഖ്ല എന്താ നിങ്ങൾ പറ. നമ്മൾ അറബി നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണല്ലോ. എന്നാൽ ദഖ്ല പറഞ്ഞാൽ അറിയോ, കാരക്കയുടെ ഏറ്റവും മോശമായ ഇനം. നമ്മളെ കേരളക്കാർക്ക് മാത്രം പറ്റുന്ന സാധനം ഉണ്ടല്ലോ, കുരുല്ലാത്ത കാരക്ക. അറബികൾ ഒട്ടകത്തിന് കൊടുക്കുന്ന സാധനം അതായിരുന്നു മുത്തുനബിൻ്റെ ഭക്ഷണം. അതേ കിട്ടാനുള്ളൂ. നമ്മുടെ ഹബീബ് ഭക്ഷണം കഴിക്കൽ 3 രൂപത്തിലാണ്. കണ്ടുക്കണം, 3 ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറ്റാത്ത രൂപത്തിൽ. എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ മറന്നിട്ടില്ലെങ്കിൽ കാണിച്ചുതരാം. 3 ഭക്ഷണം കൂടുതൽ കഴിക്കാൻ കഴിയാത്ത രൂപത്തിലാണ്. കാരണം എന്താ പറയുക അല്ലേ, നമ്മുടെ ഹബീബ് വരും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ അമ്മച്ചിനോട് ചോദിക്കും, അല്ലടി എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹബീബ് പറയും, എന്നാൽ എനിക്ക് നോമ്പാണ്. നിങ്ങൾ പറ, നമ്മൾക്കൊക്കെ ആർക്കെങ്കിലും ഒരാൾക്ക് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു നോമ്പാണെന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? എത്ര ഇനം ഭക്ഷണമാണ് നബിൻ്റെ വീട്ടിൽ. ആകെ ഒരു തരം ഭക്ഷണം ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി അല്ലേ. 1 അല്ല 2 അല്ല 3 മാസം ഞങ്ങളെ
ഭക്ഷണം തീ ഊട്ടിയിട്ടില്ല എന്നുള്ളത് ആയിഷ റളിയല്ലാഹുവിൻ്റെ വാക്കാണ്. എന്തേ കഴിച്ചിരുന്നത്? പച്ചവെള്ളവും കാരക്കയും മാത്രം. അങ്ങനെയാണ് അള്ളാഹിൻ്റെ ഹബീബ് ഈ ആദർശത്തിനെ നെഞ്ചേറ്റിയത് ആ രൂപത്തിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ആരാധനപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, അതായത് സയ്യിദ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ അറിയാലോ, സയ്യിദ് നബി വഖാസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നയാളാണ്. അമ്പ് ചെയ്താൽ അമ്പ് യഥാസ്ഥാനത്ത് കൊള്ളും. അത് മുത്തനബി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ആ സയ്യിദിൻ്റെ ഇസ്ലാം മതാശേഷണം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹത്തോട് പറഞ്ഞേ, മോനെ, നീ മുഹമ്മദിൻ്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ലാണ്ടെങ്കിൽ ഞാനിനി വെയിലത്തുനിന്ന് കയറിക്കൂല, വെയിൽ കൊള്ളും, കുളിക്കൂല, തലയിൽ എണ്ണ തേക്കൂല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കൂല. അപ്പോൾ സയ്യിദ് പറഞ്ഞു, ഉമ്മച്ചി നിങ്ങൾ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, എനിക്കൊരിക്കലും ഈ മുഹമ്മദിൻ്റെ ആദർശത്തിൽ നിന്ന് മാറാൻ പറ്റൂല. പിന്നെ ഈ ശാഠ്യം പിടിച്ചപ്പോൾ സയ്യിദ് റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ നിങ്ങൾക്ക് ഒന്നല്ല രണ്ടല്ല 1000 ആത്മാക്കളെന്ന് വിചാരിക്കുക. എന്നിട്ട് ഓരോ ആത്മാവും ചത്ത് വീഴുന്നത് സയ്യിദിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും മാത്രക്ത ദീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുഹമ്മദിൻ്റെ ആദർശത്തിൽ മാറി നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. വേണമെങ്കിൽ കഴിച്ചോ, വേണമെങ്കിൽ മറ്റിക്കളിയുന്ന ആദർശത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന നിലപാടതാണ്. അങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നല്ല. ബിലാൽ ഇബ്നു റബാഹിൻ്റെ ഇസ്ലാം മത അല്ലേ നമ്മൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു ബിലാലിൻ്റെ യജമാനാരാണ്? ഉമയ്യത്ത് ബിൻ ഖലഫ. മക്കയുടെ ചുട്ടുവഴിത്ത മണലാരണ്യത്തിൽ നമുക്ക് കേട്ടുകാണ്ട് അങ്ങനെ ഉണ്ടല്ലോ, കേട്ട് ഒരു വിഷമം തോന്നാൻ ചില പദങ്ങളുണ്ട്. മണലാരുണ്യത്തിൽ മറത്തിക്കെടുത്തി മേലെ പാറക്കൽ വെച്ചവർക്ക് പറഞ്ഞാൽ കേട്ടുകയാണെന്ന്. നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നട്ടുച്ച സമയത്ത് ചെരുപ്പില്ല നടന്നാണ് അവിടെ മലത്തിക്കടത്തുകയാണ്. ഇവിടെ പാറക്കൽ വെച്ചിട്ടേ ബിലാലിനോട് പറഞ്ഞു, ആരാണ് ഈ ബിലാൽ? നമ്മൾ സഞ്ചരിക്കുന്ന റോഡിനേക്കാളേറെ കറുത്ത വ്യക്തി അല്ലേ? പക്ഷെ ആ ബിലാലിനൊരു വെള്ള മനസ്സുണ്ടായിരുന്നു. ആ മനസ്സിനാണ് സ്ഥാനം. എന്തേ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങളെ തൊലിയിലേക്കല്ല നോക്കുക, നിങ്ങളെ കോലത്തിലേക്കല്ല നോക്കുക, പിന്നെ അവിടേക്ക് ആ മനസ്സിലേക്കാണ് നോക്കുക. ബിലാലിൻ്റെ ശരീരത്തിലേക്ക് പടച്ചറബ് നോക്കൂല, ബിലാലിൻ്റെ മനസ്സിലേക്ക് ആ റബ്ബിൻ്റെ നോട്ടം കൊടുക്കുകയാണ്. ബിലാലിനോട് പറഞ്ഞേ, ഈ ലാത്ത എന്ന് പറഞ്ഞാൽ എന്നെ വിട്ടേക്കാൻ വന്നു, ഉസ്സ എന്നൊന്ന് പറഞ്ഞാൽ മാത്രമേ ഇന്നെ വിട്ടേക്കാം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ന ലിസാനി ലാ യൂസിനു, ലാത്ത എന്നുച്ചരിക്കാൻ ഉസ്സ എന്നുച്ചരിക്കാൻ എനിക്കെന്നെ നാവ് ശരിയായി തോന്നുന്നില്ല. അതാണ് ബിലാൽ, അതാണ് നിലപാട്. ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലേ പിന്നീട് അവിടെ നിൽക്കുകയാണ് വേണ്ടത്. ഇമാം മാലിക് ബിൻ അനസ് 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ നിന്ന് ഒരാളാണല്ലോ. ഈ മാലിക് മദ്ഹബിൻ്റെ ആൾക്കാർ കണ്ടിട്ടില്ലേ? അവർ ഹറമിലൊക്കെ വരുമ്പോൾ ഒരു കൈ കെട്ടാറില്ല അല്ലേ? അവരിങ്ങനെയാണ് ചെയ്യാറ്. അതിലൊന്ന് ഇർസാലാണ്, അതായത് കൈ ഇങ്ങനെ താഴ്ത്തിയിടുക എന്നുള്ളതാണ്. ആ മദ്ഹബിൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. പക്ഷേ അതിന് പിന്നെ ചരിത്രമുണ്ട്. എന്താ പറയുക, മദീനയിലൊരു ഗവർണർ മദീനയിലൊരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയുണ്ടായി. കുഴപ്പമില്ല, പണക്കാർക്ക് പാവങ്ങൾ കഴിക്കാം, തിരിച്ചുമൊക്കെ ആകാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ്. അയാൾ തൊലാഖ് ചെല്ലാൻ ചെയ്യാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇമാം മാലിക്കിനെ സമീപിച്ചാക പറഞ്ഞത്. ആരാണ് ഇമാം മാലിക് പറഞ്ഞാൽ? ഇമാം ദാറുൽ ഹിജറ മദീനയിലെ ഇമാമാണ്. പർവ്വത സമാനമായ ഇൽമിൻ്റെ ഉടമയാണ് ഇമാം മാലിക്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നുണ്ട് 40 ചോദ്യവുമായിട്ട് എഴുതിക്കൊണ്ടും ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 4 മാത്രം 10 മാത്രം മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് ദൂരമായ നാട്ടിൽ, പിന്നെ ഇനി യൂത്തുമിൻ ബിലാദിനായി, ഞാൻ ദൂരമായ നാട്ടിൽ നിന്നാണ് വരുന്നത്. ഈ ചോദ്യത്തിലുള്ള മറുപടി അവർ കാത്തിരിക്കാൻ എന്തോട് പറയാം, കുല്ലഹും എന്നെ ആദൽ ഇമാമലായി അരിവ് ചെയ്യുക. ചോദിച്ചാൽ പറഞ്ഞോളാം, ഈ ഇമാമിന് ചുക്കുതിരില്ല എന്ന് പറഞ്ഞോളാം. പണ്ഡിതന്മാരങ്ങനെയാണ്, അറിവുള്ള ആൾക്കാരങ്ങനെയാണ്. നമ്മളൊക്കെ അറിവില്ലാത്തതുകൊണ്ടാണ് 10 ചോദിച്ചാൽ 12 മറുപടി പറയണം. ഇമാം മാലിക് പറഞ്ഞ മറുപടി അതാണ്. ഇമാം മാലിക്കിനോട് ഒരു ഫത്വ കിട്ടണം, അതിനാണ് ഈ ഗവർണർ സമീപിച്ചത്. എന്താ ഫത്വ പറയുന്നത്? എന്താ ചോദ്യം? എന്താണ്? നിർബന്ധിക്കപ്പെട്ടവൻ്റെ ത്വലാഖ് സംഭവിക്കുന്നുള്ളതിന് ഫത്വ കൊടുക്കണം എന്നാണ്. അതായത് ഈ പാവപ്പെട്ടവനെ കൊണ്ട് ഈ പെണ്ണിനെ കല്യാണം പിന്നെ ത്വലാഖ് ചെല്ലിപ്പിക്കുക, എന്നിട്ട് ഈ ഗവർണർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞു, നിർബന്ധിക്കപ്പെട്ടവൻ്റെ ത്വലാഖ് സംഭവിക്കൂല, ഫത്വ നൽകാൻ കഴിയില്ല. നമ്മൾ ഓർക്കണം, നമ്മൾ ഏത് കാലത്താണ് ഒരു നിസ്സാരമായ ഭൗതികമായ ലാഭം ലഭിക്കുന്നതിന് വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാകുന്ന പണ്ഡിത സമൂഹവും എല്ലാവരും അല്ലേ? അവിടെയാണ് ഇമാം മാലിക്കിൻ്റെ ചരിത്രം പ്രസക്തമാകുന്നത്. അദ്ദേഹത്തിന് ആ ഗവർണർ കൈതപ്പുറത്ത് കയറ്റിയിട്ട് 2 കൈ ഇങ്ങനെ കെട്ടിയിട്ട് മദീനയിലൂടെ അങ്ങനെ വലിച്ചു നടന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കേ സാധാരണ പ്രാസംഗന്മാരൊക്കെ പറയാറുള്ളത് പോലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ട വാക്കാണ്.
മൻ അറഫനി ഫഖദ് അറഫനി വമൻ ലം യഅരിഫനി അന മാലിക് ബിൻ അനസ് അഖൂലു അന്ന തലാഖൽ മുക്റഹി ലാ യഖഅ. എന്നെ അറിഞ്ഞവർക്കൊക്കെ എന്നെ അറിയാം, എന്നെ അറിയാത്തവരോട് ഞാൻ പറയുന്നു, ഞാൻ അനസിൻ്റെ മകനായ മാലിക്കാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിർബന്ധിക്കപ്പെട്ടവൻ്റെ ത്വലാഖ് സംഭവിക്കൂല. നിർബന്ധിക്കപ്പെട്ടയാളുടെ കല്യാണം ശരിയാവില്ല, ത്വലാഖ് ശരിയാകൂല, കച്ചവടം ഒന്നും ശരിയാകൂല. മനസ്സിലായില്ലേ? അതിനാൽ അതിനുശേഷം ഇതിന് മുമ്പിൽ തന്നെ കയ്യൊന്തിക്കാൻ കഴിയൂലായിരുന്നു. അപ്പം അദ്ദേഹം ധരിച്ചിട്ടുണ്ടെങ്കിൽ കയ്യുയർത്തൂല, അള്ളാഹു അക്ബർ നിൽക്കും. ആൾക്കാർ വിചാരിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാമിനല്ലേ പിന്തുടരുന്നത്, ഇമാം എങ്ങനെ കാട്ടണം, അപ്പം നമ്മളിങ്ങനെ കാട്ടുക എന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾ ആദർശത്തിൻ്റെ വിഷയത്തിൽ ആ ഒരു നിലപാടാണ് ഉണ്ടായിരിക്കേണ്ടത്. മഹാനായ ഹബീബിന് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, ആരാ ഹബീബ് പറയുന്നത്? ഉമ്മു അമ്മാറ എന്ന് പറഞ്ഞാൽ മുസൈബ ബിത്ത് മാസിനിയാണ് അവരുടെ അമ്മാൻ്റെ പേര്. ഈ ഹബീബിന് സെയ്ദ് അതിന് ചരിത്രമുണ്ട്. ഹബീബിന് സെയ്ദ് റളിയല്ലാഹു തആല അതിന് നബി, പിന്നെ ഈ മുസൈലിമത്തിനെ കേട്ടില്ല നിങ്ങൾ? മുസൈലിമ അതേ നബിയാണെന്ന് വായിച്ചതിന് ശേഷം നബിക്കൊരു കത്ത് എഴുതി. ആ കത്ത് ഇങ്ങനെയാണ്: മിൻ മുസൈലിമ റസൂലില്ലാ ഇലാ മുഹമ്മദ് റസൂലില്ല. പ്രവാചകനായ മുഹമ്മദ് മുസൈലിമയിൽ നിന്ന് പ്രവാചകനായ മുഹമ്മദിലേക്ക്. ഭൂമി പൗതി നിൽക്കാണ്, പൗതി നിനക്കാണ്. പക്ഷേ ഈ മക്കൾക്ക് ഇത് അറിയില്ല, പറഞ്ഞു കൊടുക്കും മുഹമ്മദ് എന്നാണ് കത്തിൻ്റെ ഉള്ളടക്കം. അതാണ് നിങ്ങൾ ആ കത്ത് കൊടുത്തേച്ച രണ്ടാൾക്കാരുടെ കയ്യിലാണ്. രണ്ടാൾക്കാരെ കത്തുമായിട്ട് വന്നു, നബിൻ്റെ അടുക്കിലേക്ക് വന്നു. നബി ചോദിച്ചു, മതക്കൂല നെന്തുമ, നിങ്ങളെ അഭിപ്രായം എന്താണ്? മുസൈലിമ നബിയാണോ അല്ലേ? അവർ പറഞ്ഞു മുസൈലിമ നബിയാണ്. അവർ ഈ പറഞ്ഞ് ഒരു ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം: ലൗല അന്ന റുസുല ലാ തുഖ്തലു ലൗല അന്ന റുസുല ലാ തുഖ്തല ലർബ്തുൽ ഖൈകുമ. ദൂതന്മാർ വധിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിയമമില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കൊല്ലുമായിരുന്നു. പക്ഷെ അവരെ വിട്ടു. എന്നിട്ട് അല്ലാഹു റസൂൽ ആ കത്തിന് മറുപടി തയ്യാറാക്കി. ആ മറുപടി ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട്, മിൻ മുഹമ്മദി റസൂലില്ലാഹി ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്. അള്ളാഹിൻ്റെ പ്രവാചകനായ മുഹമ്മദിൽ നിന്ന് കള്ളനായ മുസൈലിമിലേക്ക്. അന്ന് മുതൽക്കാണ് മുസൈലിമ കള്ളൻ എന്ന പേരിന് അർഹനാകുന്നത്. ആ കത്തുമായിട്ട് വന്നത് ഈ പറഞ്ഞ ഹബീബ് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ഒരൊറ്റ വസ്ത്രം ധരിച്ച, അഥവാ നാണം മാത്രം മറച്ച, രണ്ടാമത്തെ ഒരു വസ്ത്രം ധരിക്കാനില്ലാത്ത, എഴുതാനും വായിക്കാനും അറിയാത്ത, ഒട്ടകത്തിൻ്റെ മൂക്ക് കയറും പിടിച്ച് മുന്നിൽ നടക്കാൻ മാത്രം പഠിച്ച ഈ ഹബീബിൻ സെയ്ദ് റളിയല്ലാഹു തആല കയറി വരിക കേട്ടോ. ആ കത്തുമായിട്ട് വന്നു. കണ്ടപാടെ മുസൈലിമ പറഞ്ഞു, ഓനെ ചെങ്ങൽക്കിടാൻ വേണ്ടി പറഞ്ഞു. ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. എന്നിട്ട് പിറ്റേന്ന് രാവിലെ സദസ്സിലേക്ക് വിളിക്കുന്നുണ്ട് മുസൈലിമത്തുൽ കദ്ദാബ് ഹബീബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ പേര് നിങ്ങളെ മനസ്സിലുണ്ടാകണം. ആ തലച്ചോറിനാണ് ബർക്കത്തുണ്ടാകുക. ഇത്തരം സഹാബത്തിന്റെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരാണ് മനസ്സിലുണ്ടാകേണ്ടത്. പറഞ്ഞ് പിന്നെ കെട്ടിട്ടാളി നടന്നു. ഭക്ഷണം കൊടുത്തില്ല, അന്നും കൊടുത്തില്ല, പിറ്റൊന്നും കൊടുത്തില്ല. അവിടെ രാവിലെ വിളിക്കുകയാണ്, ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ചോദ്യവും മറുപടിയും ഇതാണ്: അത്തശ്കുദു അന്ന മുഹമ്മദ് റസൂലുള്ള. മുഹമ്മദ് അള്ളാഹിൻ്റെ പ്രവാചകൻ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഉണ്ട്, മുഹമ്മദ് അള്ളാഹിൻ്റെ പ്രവാചകനാണ്. ഒത്തശ്കുദു അന്യ റസൂലുള്ള, ഞാൻ പ്രവാചകനാണോ? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെവി കേൾക്കണമെന്ന് ഉറക്കനെ പറ എന്നും ആക്കിയതാണ്. ആ സമയത്ത് മുസൈലിമുൽ കദ്ദാബ് പറഞ്ഞു, ഹബീബിന് സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പച്ച ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ച് താഴ്ത്തിടാം. ആ കഷ്ണം ഭൂമിയിൽ കിടന്നിങ്ങനെ പടപടക്കുകയാണ്, ഒലുയത്തിനെ കറക്കുന്ന സാധനത്തിൻ്റെ മാതിരി. രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദ് പ്രവാചകനാണോ? ആ മുഹമ്മദ് പ്രവാചകനാണോ? ഞാൻ പ്രവാചകനാണോ? ഞാൻ പറഞ്ഞാൽ എനിക്ക് കേൾക്കൂല എന്നുള്ളതുകൂടെ പറ. അപ്പോൾ മറുഭാഗത്ത് നിന്ന് രണ്ടാമത്തെ കഷ്ണം മുറിച്ച് താഴാൻ വേണ്ടി പറഞ്ഞു. 3 വട്ടം ഇങ്ങനെ ആവർത്തിച്ചു കേട്ടോ. മൂന്നാമത്തെ കഷ്ണത്തിലെ മൂന്നാമത്തെ ചോദ്യത്തിൽ, മൂന്നാമത്തെ മറുപടിയിൽ മുസൈലിമത്തുൽ കദ്ദാബ് തൻ്റെ അനുയായികളോട് പറഞ്ഞു 2 കഷ്ടമായി വെട്ടാൻ വേണ്ടി പറഞ്ഞു. 2 കഷ്ടമായി മുറിക്കപ്പെട്ടപ്പോൾ ഒരു കഷ്ടം ഇതാ വിളിച്ചു പറയുന്നു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള. അതാണ് ഹബീബുൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പേര് നിങ്ങൾ മനഃപ്പാടമാക്കുന്ന പറയാനുള്ള കാരണം അതാണ്. ആരോ ചെന്നിട്ട് പറഞ്ഞേ ഉമ്മു അമ്മാറയോട്, നിങ്ങളെ മകനെ എങ്ങനെ കാട്ടിക്കണ പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു പറയുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ അവനെ മെരുക്കിയത് എന്നാണ്. അതിനു വേണ്ടിയാണ് ഞാൻ അവനെ പോറ്റിയത്. പക്ഷേ വലാക്കിനി അംകരി അല്ലാഹു അലന്ന ബനാത്തു യൽതിമിന ഹുദൂദ അലൈഹി. പക്ഷേ പടച്ചോനെങ്ങാനും എനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ ഞാൻ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ പെൺമക്കളെ ഞാൻ തന്തയില്ലാത്തവരാക്കും. അഥവാ കിട്ടിയാൽ ഞാൻ ചെയ്യും, കൊല്ലും. എന്നിട്ട് ഈ ഉമ്മു അമ്മാറയുടെ വാളിൻ്റെ വെട്ടുകൊണ്ടോ പണ്ട് ഹംസയെ കൊന്ന വഹ്ശിയുടെ കുന്തത്തിൻ്റെ കുത്തുകൊണ്ടുകൊണ്ടാണ് ഈ പറഞ്ഞ മുസൈലിമത്തുൽ കദ്ദാബ് കൊല്ലപ്പെടുന്നത്. മനസ്സിലായില്ലേ? അതാണ്. അതായത് ബോധ്യപ്പെട്ട പിന്നീട് എന്തില്ല, പിന്മാറുന്ന സംഭവം. ഒരൊറ്റ ചരിത്രം കൂടി. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു റോമൻ ചക്രവർത്തി നിയമം പാസ്സാക്കി. മുഹമ്മദിൻ്റെ അനുയായികളിൽ നിന്ന് നിങ്ങൾ ആരെ കിട്ടിയാലും കൊണ്ടുവന്നോ? അങ്ങനെ കൊണ്ടുവന്നു. കിട്ടിയത് ഈ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ, ഒരു നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രായമുള്ള സഹാബി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു നിങ്ങൾ? നേരത്തെ ഹബീബിൻ സെയ്ദിനെ കാണിച്ച പോലെ ഒരു ചെങ്ങലൊക്കെ ഇട്ട് ഭക്ഷണം കൊടുത്തില്ല,
പിറ്റേന്ന് അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗമുണ്ട്. നമ്മൾ വായിക്കേണ്ട ചരിത്രം അതാണ്. അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്തു കാര്യങ്ങൾ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തതിനെ പിന്നെ അത് പറഞ്ഞു, എനിക്കെന്നോടൊരു കാര്യം പറയാനുണ്ട്. ആയിക്കോട്ടെ പറഞ്ഞോ. അത് നീ അംഗീകരിക്കുകയാണെങ്കിൽ എൻ്റെ അധികാരത്തിൽ ഒരു പങ്ക് നിനക്ക് ഞാൻ നൽകാൻ തയ്യാറാണ്. റോമൻ ചക്രവർത്തിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ അന്ന് ലോകം ഭരിക്കുന്നത് റോമൻ പേർഷ്യൻ ചക്രവർത്തിമാരാണ്. എന്താ എനിക്ക് പറയാനുള്ളത് എന്താണ്? നീ ക്രിസ്ത്യാനിയാകണം എന്ന ഒരു അധികാരം ഞാൻ നിനക്ക് നൽകാം. അപ്പം അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനിയാകാൻ പോയിട്ട് എൻ്റെ കണ്ണിങ്ങനെ ഇമ്മ വെട്ടുന്ന ആ ഒരു സമയം പോലും മുഹമ്മദിൻ്റെ മതത്തിൽ നിന്ന് മാറിക്കാൻ തയ്യാറല്ല. ഞാൻ എന്നെ കൊന്നോ. ആർക്കാ മരണം പേടിയായിരിക്കാണ്? ബുദ്ധിമാന്മാരെ ബുദ്ധി നബി പറഞ്ഞ എന്താ നിങ്ങൾ? ആരാ ബുദ്ധിമാന്മാരാരാണ്? അക്സറും ദിക്റൽ മൗത്ത് വഅക്സറും ഇസ്തിദാദ ലിമാ ബഅദൽ മൗത്ത്. മരണത്തിനെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ധാരാളമായി പണിയെടുക്കുന്നവരും. എനിക്ക് മരിക്കാൻ പേടി എന്താ നിങ്ങൾ? എൻ്റെ അക്കൗണ്ട് 0 ബാലൻസാണ്, കർമ്മങ്ങളൊന്നുമില്ല, കൂടുതലില്ലാത്തത് കൊണ്ടാണ് എനിക്ക് മരിക്കാൻ പേടിയതാണ്. പക്ഷെ അവർക്ക് മരിക്കാൻ പേടിയില്ല. എന്താ കാരണം? അവരെ അക്കൗണ്ട് ഫുള്ളാണ്. അതുകൊണ്ടാണ്. കൊന്നോ, ഇനി പ്രശ്നമില്ല. അദ്ദേഹം കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ കുരിശ് തറച്ചു, എന്നിട്ട് അമ്പ് ചെയ്തു. അദ്ദേഹത്തോട് മാറാൻ വേണ്ടി പറഞ്ഞു, മാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. അവസാനം അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ അഥവാ ഒരു വലിയ ചെമ്പ് വെച്ച് ആ ചെമ്പിൽ എണ്ണ തിളപ്പിച്ചിട്ട് ആ ചെമ്പിലേക്ക് ഇങ്ങനെ ഇട്ടു, തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക്. നിങ്ങളെന്ത് വിചാരിച്ചത്? ഒരു പ്രയാസവും സഹിക്കാതെ സ്വർഗത്ത് പോകാൻ കിടക്കുമെന്നുള്ള ചോദിച്ചു കൂടാൻ വെറുതെ. വെറുതെയാണോ റബ്ബിൻ്റെ ചോദ്യം? അല്ലേ? ഒന്ന് വെച്ച് ക്ലാസ്സിന് വരുമ്പോൾ ഒന്ന് വെച്ചു തീരുന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് കൂടി പഴിയാം. എന്തിനാ ചെങ്ങൻ്റെ ക്ലാസ് എന്നാ? സഹാബാക്കളാണെങ്കിലോ അവരന്ന് സഹിച്ചുകൊണ്ടാണ് നമുക്ക് ഇരുത്തം ഇരിക്കാൻ കഴിയണത്. അവരന്ന് പ്രയാസപ്പെട്ടുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിയണത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മുസ്ലിമീങ്ങളല്ല. അതുകൊണ്ട് കുറച്ചൊക്കെ സഹിക്കാതെ എന്തേ പറ്റൂല? സ്വർഗം നേടാൻ പറ്റൂല. നരകം നേടണമെങ്കിലോ ഒരു പണിയും വേണ്ട, കുത്തിരുന്നാൽ മതി, കൊണ്ടുപോയിക്കോളും. സ്വർഗമാണെങ്കിലോ കുറച്ച് പണിയാണ് അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മുമ്പിലിട്ടിട്ട് ഇങ്ങനെ തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുക. പപ്പടം പൊരിക്കണ മാതിരി ഇങ്ങനെ പൊരിഞ്ഞു വന്നു. എല്ല് വേറെ മാംസം വേറെ. എന്നിട്ട് അതിലേക്ക് രണ്ടാമത് കൊണ്ടാൻ പോകുന്നത് ഇയാളെയാണ്. ആരെ? അബ്ദുല്ലാഹ് ബിൻ ഹുദാഫനെ. അതിലേക്ക് ഇടാൻ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം കരഞ്ഞു. അപ്പോൾ എണ്ണയിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോയ പിന്നെ ഈ റോമൻ ചക്രവർത്തിയുടെ കിങ്കരന്മാർ വിചാരിച്ചത് അദ്ദേഹം ക്രിസ്ത്യാനിയാകാൻ തയ്യാറാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് മടക്കി കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് വെച്ചൊന്ന് നോക്കുകയല്ലേ, എന്തിന് ക്രിസ്ത്യാനിയാകാൻ? ഇല്ല. പിന്നെ എന്തിന് നിങ്ങൾ കരഞ്ഞെന്തിനാണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞേ, അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ അതിലേക്ക് ഇട്ടു, രണ്ടാമത്തെ ആളെയും ഇട്ടു, ഇനി മൂന്നാമതായി എന്നെ അതിലേക്ക് ഇടാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു കാര്യമാണ്. എൻ്റെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങളുണ്ട്. ആ രോമങ്ങളുള്ള അത്ര എനിക്ക് ശരീരങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ആ ശരീരം മുഴുവനും നിനക്ക് വേണ്ടി എൻ്റെ റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ എനിക്കാകുമായിരുന്നു. ഞാൻ വിചാരിച്ചത്, പടച്ചോനെ, ഇന്നെനിക്ക് നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നത് ഈ ഒരൊറ്റ ശരീരം മാത്രമല്ലേ എന്നാലോചിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയതെന്നാണ്. അതിനാണ് നിലപാടെന്ന് പറയാം. അതാണ് ആദർശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു. ബോധ്യപ്പെട്ടാൽ പിന്നീട് അവിടെ നമ്മൾ നിൽക്കുക, പിന്നെ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ. എൻ്റെ ചരിത്രം മുഴുവൻ എന്താ പറയുന്നത്? അദ്ദേഹത്തോട് റോമൻ ചക്രവർത്തി പറഞ്ഞു, ശരി, എന്നെ വിട്ടേക്കാം, ഇതിൻ്റെ നെറ്റിത്തടത്തോളം ചുംബിക്കുമോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ന വിടണ്ട, പക്ഷെ എൻ്റെ കൂടുതലുള്ള ആൾക്കാരെ നീ വിടുമോ? അന്യല്ല, എല്ലാവരും വിട്ടേക്കാം. അപ്പം അദ്ദേഹം തീരുമാനിച്ചു ആ റോമൻ ചക്രവർത്തിയുടെ നെറ്റിത്തടം ചുംബിക്കാൻ വേണ്ടി. അദ്ദേഹം നേരെ മദീനയിലെത്തിയിട്ടോ. അന്ന് മദീന ഭരിക്കുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ യുഖബ്ബിറ റഅസ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ വനഅബ്ദു ദാലിക. ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ഓരോരുത്തരും പോയിട്ട് ഈ മുസ്ലിമിനെ രക്ഷപ്പെടുത്തിയ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയുടെ നെറ്റിത്തളം ചുംബിക്കണം, ഞാനാവട്ടെ അത് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞ് ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായി ആ നെറ്റിത്തളത്തിൽ ഉമ്മ വെക്കുകയുണ്ടായി. ചരിത്രം അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്. പിന്നീട് ആ കാര്യം ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? അവിടെ നിൽക്കണം നമ്മൾ നടത്തണം. അള്ളാഹുവിനെയും പിന്നീട് അവരെ പ്രവാചകനെയും മുന്തിപ്പിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. നമുക്കറിയുമ്പോൾ സ്വഹാബത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ചരിത്രത്തിൽ കാണാം, ഒരു വൈദ്യൻ കാല് മുറിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. ക്യാൻസറാണ്, മാറുന്നില്ല, അതായത് മുറിച്ച് മാറ്റേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് ആൾ പറഞ്ഞാൽ എന്താ പറയുക, ശരി കുഴപ്പമില്ല, ഞാൻ നിസ്കരിക്കാൻ നിൽക്കും മുറിച്ചുകൊണ്ടിരുന്നാണ്. എന്താ കാരണം? റബ്ബുമായുള്ള ബന്ധമാണ്. നമുക്ക് എല്ലാം മറന്നത് ഓർമ്മ വരാറെപ്പോഴാണ്? നിസ്കരിക്കാൻ നിൽക്കുമ്പോഴല്ലേ. അവർക്കാണെങ്കിലോ അവരെ തന്നെ മറക്കുന്ന നിസ്കാരത്തിലാണ്. അതുകൊണ്ട് എൻ്റെ കാല് മുറിക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല,
ഇതാ മുറിച്ചോന്നാണ്. കാരണം അവർക്ക് അള്ളയാണ് വലുത്, പിന്നീട് പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിൻ്റെ വീട് പറഞ്ഞു ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അവർ നിന്റെ വീട് വളഞ്ഞു നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? വലിയ സംഭവമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. നബി പറഞ്ഞേ, നബിക്ക് വഹി ഇറങ്ങി, അവിടുന്ന് പുറത്താന്നാളാ. അതിൻ്റെ മരുമകനോടെ കടത്തിക്കോ. അലി ഇബ്നു അബീ ത്വാലിബിനെ കടത്തിയിട്ട് പുറത്ത് വരികയാണ്. മുത്തുനബി പുറത്തിറങ്ങിയിട്ട് ഒരു പിടി മണ്ണ് വാരി 36-ാം അധ്യായ സൂറത്ത് യാസീൻ്റെ ആരംഭത്തിൽ ആയത്തോതി, യാസീൻ വൽ ഖുർആൻ ഹക്കി എന്നുള്ള ആയത്തിന് ഓതിയിട്ട് അതിൽ ഈ പിടി മണ്ണ് വാറിയിട്ട് ഒറ്റ ഏറാണ്. അതെല്ലാവരുടെയും കണ്ണിലായി. ഒരു പിടി മണ്ണുകൊണ്ട് കണ്ണിലോ? ഇതെന്താ മാജിക്കാണോ? അല്ല. ഒമാ റമ ഇത്ത ഇത് റമ ഇത്ത വലാക്കിന്നല്ലാഹ റമ. നബിയെ താങ്കളല്ല എറിഞ്ഞത്, ഞാനാണ് എറിഞ്ഞത്. അത് റബ്ബാണ് എറിഞ്ഞത്. എല്ലാവരുടെയും കണ്ണിലായി. ആ കണ്ണിലിങ്ങനെ മണ്ണ് തട്ടുന്നതിനിടയിൽ പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങി. ഇവരെ ജനലിലൂടെ നോക്കും. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കിടക്കുന്നുണ്ട് ആരാണ്? മുഹമ്മദാണെന്നാണ് ഒരു വിചാരം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് അലി ഇബ്നു അബീ ത്വാലിബായിരുന്നു. ആലോചിച്ച് നോക്ക്. ഒന്ന് അലി അതിന് തയ്യാറായത്. കാരണം മുഹമ്മദാന്ന് വിചാരിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിലോ, കാരണം എന്താ പറയുക, അതാണ് കാരണം. അതായത് എൻ്റെ ശരീരമല്ല എനിക്ക് വലുത്, എൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ബദർ നടക്കണമെന്നാണ്. ഹിജ 2-ാം വർഷം റമദാൻ മാസം 17 വെള്ളിയാഴ്ച രാവിലെ ഒന്ന് സംഭവം ഉണ്ടായി. നമുക്കറിയാലോ, സഹാബാക്കൾ 313 പേര് അല്ലേ? ശത്രുക്കളാണെങ്കിലോ 1000-ഓളം. ഒരാൾ 3 ആൾക്കാർ നേരിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈന്യത്തിനെങ്ങനെ നേർക്ക് നിർത്തുകയാണ്. നബി വലിയ യുദ്ധ നിപുണനായിരുന്നു. അതാണ് സ്വന്തം ഏത് കാര്യങ്ങൾ? ഏറ്റവും നീളമുള്ള ആൾക്കാർ ഏറ്റവും ബേക്കർ. ഇന്ത്യയൊക്കെ വരി നല്ല നീളമുള്ളവർ ഏറ്റവും ബേക്കർ. നിങ്ങളെ വരി അത്ര നീളമില്ലാത്ത ആൾക്കാർ ഏറ്റവും മുന്നിൽ. മനസ്സിലായില്ല? നമ്മുടെ രണ്ടാളി അടിയിലുള്ള ആൾക്കാർ നടുവിലും. അതിൻ്റെ പ്രത്യേകത എന്താണ്? മുന്നിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ധാരാളം തോന്നാൻ വേണ്ടി കണ്ട. നമ്മൾ ഫോട്ടോ കൊടുക്കാൻ സ്കൂളിൽ നിന്ന് ഫോട്ടോ കൊടുക്കാൻ നിർത്തൂല, അതേമാതിരി. അപ്പോൾ ധാരാളം ഉണ്ട് തോന്നാൻ വേണ്ടി കണ്ട. അള്ളാൻ്റെ ഹബീബ് നിപുണനായിരുന്നു, ബുദ്ധിമാൻ. അതുകൊണ്ടാണ് നബി ആയത്. അതുകൊണ്ടല്ലേ നമ്മളാകാഞ്ഞ്? നമ്മൾ ആകാത്തതുകൊണ്ടാണ്, നബി ആയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ട് എന്ത് ചെയ്തറിങ്ങൾ? ആ സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന അടിയിൽ ഒരാൾ, ആ പേര് നിങ്ങൾ പഠിക്കണം, സവ്വാദ് ബിൻ ഗസിയ റളിയല്ലാഹു തആല അൻഹു. സവ്വാദ് ബിൻ ഗസിയ കുറച്ചിങ്ങനെ മുന്നിൽ നിൽക്കുക. നമ്മൾ നോക്കേണ്ടി എത്ര ഇമാമ് എപ്പോഴും കേട്ടാലും എത്ര കേൾക്കലുണ്ട് നമ്മളില്ലേ? എന്നാലും ഉണ്ടാവും ഒരുത്തം മുന്നിൽ ഇങ്ങനെ. അതൊരു സ്വഭാവമാണ്, പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെ. പെരുന്നാൾസ്കാരം 7:05 വെച്ചാൽ 7 മണിക്ക് ചൂട്ടിക്കോളി, ഇന്നാലും വരും 7:05 വരുള്ളൂ. അപ്പോൾ ആ പിറ്റത്തെ കൊല്ലം വന്നപ്പോൾ എന്നാൽ 7:15 വെക്കുക, നമുക്ക് മറ്റാളുകളും കൂട്ടാലി വരിച്ചു. അപ്പോൾ വരെ 7:35 വരിക. അവൻ അങ്ങനെ അവൻ്റെ ശീലമാണ്, അത് നമ്മളെ മലയാളികളുടെ ശീലമാണ്. അപ്പോൾ പിന്നെ ഈ സവ്വാദ് ബിൻ ഗസിയ റളിയല്ലാഹു തആല ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ഈ 7:35 വരുന്നവനോടല്ല കേട്ടോ സവ്വാദ് ബിൻ ഗസിയനെ ഞാൻ തുലനപ്പെടുത്തിയത്, ഞാൻ ആ ചരിത്രം ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആ സവ്വാദ് ബിൻ ഗസിയ കുറച്ചിങ്ങനെ മുന്നിൽ നിന്നപ്പോൾ മുത്തുനബിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഒരടി അടിച്ചു. സവ്വാദ് നേരക്ക് നടന്നു. നിങ്ങൾ ബദർ കണ്ടിക്കണോ? കണ്ടിട്ടില്ലേ? പോകണം അവിടെ, കാണണം. ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ ഓർക്കണം. അപ്പോൾ പിന്നെ സവ്വാദാണ് കരഞ്ഞ് ഇവിടെ പറഞ്ഞു, എനിക്ക് നബിയും കൂടെ പ്രതികാരം ചെയ്യണം. ആകെ 313 ആൾക്കാർ. ശത്രുക്കളാണെങ്കിലോ 1000. അവരെ നേരിടാൻ തന്നെ കഴിയില്ല. അവിടെയാണ് ഈ സ്വന്തത്തിൽ എന്തുണ്ടാണ് പ്രശ്നങ്ങളുണ്ടാണ്. അള്ളാഹു റസൂൽ തൻ്റെ ഷർട്ട് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞ്, വസ്ത്രം കാണിച്ചിട്ട് പറഞ്ഞു, താങ്കൾ എന്നോട് പ്രതികാരം ചെയ്തോളൂ. നിങ്ങൾ കേട്ടിക്കണം, ചരിത്രത്തിൽ നിന്ന് പറങ്ങൾ സ്വന്തം അനുയായിക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി വസ്ത്രം ഉയർത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് എന്നാ ചെയ്തോ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി നിങ്ങൾ പറ. ഒരുപാട് ചരിത്രം വായിച്ചവരായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ? നമ്മളെ ഗാന്ധിജിയൊക്കെ പറഞ്ഞത് എന്താണ്? ഒരു മുഖത്തടിച്ച മറ്റേ മുഖം. എനിക്കും പറയാം, എനിക്കൊക്കെ പറയാം, അവൻ അടിച്ചിട്ടില്ലല്ലോ, എനിക്ക് നിങ്ങളൊക്കെ പറയാം, അത് കുഴപ്പമില്ല. പക്ഷെ ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒന്ന് എന്നാ പ്രതികാരം ചെയ്യുന്നു പറഞ്ഞ് കാണിച്ചു കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി മാത്രമാണ്. അപ്പോൾ ഇത് കണ്ട ഉടനെ ഇയാൾ ഇങ്ങനെ മുത്തുനബി വസ്ത്രം ഉയർത്തി കാണിച്ചു കൊടുത്തപ്പോൾ സവ്വാദ് ബിൻ ഗസിയ റളിയല്ലാഹു തആല അൻഹു ആ ബർക്കത്താക്കപ്പെട്ട മേനിയിൽ, ഞാൻ അങ്ങനെ പറയും, എൻ്റെ വിശ്വാസം അതാണ്, ആ ബർക്കത്താക്കപ്പെട്ട മേനിയിലെ സവ്വാദ് ബിൻ ഗസിയ റളിയല്ലാഹു അൻഹു കെട്ടിന് പിടിച്ച്, അതാ ഞാൻ പറഞ്ഞത്, ആ പേര് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി ചോദിച്ചു, മഹമലക്കാലാദയ സവ്വാദ്, ഞാൻ താങ്കൾ അടിച്ചു, അപ്പോൾ താങ്കൾ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ഉയർത്തി കാണിച്ചു തന്നപ്പോൾ പ്രതികാരം ചെയ്യുന്നതിന് പകരമായി നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഹലറ മാത്തറ. നബിയെ, ഈ നടക്കുന്ന കാര്യങ്ങൾക്കറിയാം, ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് ഇനി മടങ്ങിച്ചില്ലെന്ന് എനിക്കറിയാം. അതിനാൽ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോഴേ ഞാൻ അവസാനമായി സ്പർശിച്ചത് നബിയെ നിങ്ങളുടെ ശരീരത്തിനെ ആകണം എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അതിൻ്റെ പേരാണ് നിലപാട് എന്ന് പറഞ്ഞാൽ. അതാണ് ആദർശം നടന്നിട്ടുണ്ടെങ്കിൽ. ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ പിന്നീട്
പിന്നെ നമ്മൾ നിൽക്കേണ്ടത് എവിടെയാണ്? അവിടെയാണ് അല്ലേ? മുത്തനബിൻ്റെ സദസ്സിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നബി ചോദിച്ചു, മങ്ങാലിയാറാക്ക മഹസൂൻ, അല്ല എന്തെങ്ങനെ ഒരു ദുഃഖമായിട്ട് ഇങ്ങനെ ഇരിക്കണം എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാനൊരു കാര്യം ഓർത്തുപോയതാണ്. ഷെയ്ഖുൻ ഫക്കർ തുഫി, ഒരു കാര്യം ഞാൻ ആലോചിച്ചു, എൻ്റെ എനിക്ക് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം നബിയെ. വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഇഷ്ടമുണ്ടായാൽ പള്ളിക്ക് കയറാം, നിങ്ങളവിടെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ അല്ലേ? നമ്മളെന്താ പറയൽ? നടക്കാത്ത കാര്യത്തിൽ എന്താ നമ്മൾ പറയാം? പോയി പള്ളി പറയുന്ന അറിയാലല്ലേ? നബിൻ്റെ കാലത്ത് പള്ളി പറയാറുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ എന്താ വെച്ചാൽ നടക്കുന്നുള്ളതുകൊണ്ടാണ് പള്ളി പറയുന്നത്. അതുകൊണ്ട് ഇത് പള്ളി പറയാറുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാൻ പുതിയ പള്ളിയിൽ വരാം, നിങ്ങൾ അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വീട്ടിലുണ്ടാകും, അവിടെ തന്നെയാണല്ലോ. പക്ഷെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ മരിച്ചാലോ? അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ എന്ത് ചെയ്യാം? സ്വർഗത്തിലാണെങ്കിൽ നിങ്ങളെന്തായാലും സ്വർഗത്തിലാണ്, ഞാൻ സ്വർഗത്തിൽ കിടക്കുമെന്ന് എനിക്കറിയില്ല. ഇനി കടന്നാൽ തന്നെ ഞാൻ അതിൻ്റെ എവിടെയെങ്കിലൊക്കെ ഓരത്തൊക്കെ ഉണ്ടാകുക. നിങ്ങളാണെങ്കിലോ ആ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളെ കാണാൻ എന്താ എനിക്ക് ചെയ്യാം? നബിക്കും മറുപടി പറയാൻ കിട്ടിയില്ല. ആ സന്ദർഭത്തിലാണ് സൂറത്ത് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 69-ാമത്തെ ആയത്ത് ഇറങ്ങുന്നപ്പോഴാണ് എന്നുള്ള ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിലാണ്. ആരാണോ അള്ളാഹുവിനെയും പിന്നീട് അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നത് അവർ ഈ പറഞ്ഞ നബിമാരുടെ കൂടെയാണെന്നുള്ള ആയത്തിറങ്ങുന്നത് ആ സന്ദർഭത്തിലാണ്. ആലോചിച്ച് നിങ്ങൾ, അതായത് അല്ലേ, അള്ളാഹുവിനോടും പിന്നീട് അവൻ്റെ പ്രവാചകനോടുമുള്ള ആ താല്പര്യം അവസാനിക്കണില്ല. ഇത്ര സംഭവങ്ങൾ പറയുന്നത്. ഉഹുദ് യുദ്ധം കഴിഞ്ഞിട്ട് നബിയും സഹാബാക്കും മടങ്ങി വരുന്നത് ബനുദ്ദീനാർ ഗോത്രത്തിലൂടെയാണ്. ഒരു സ്ത്രീ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സ്ത്രീയുടെ പേര് സുമൈറാണ്. അവർ ചോദിച്ചു, അല്ല നബിക്കെന്താ പറ്റിയത്? കാരണം വെച്ചാൽ ഉഹുദ് യുദ്ധത്തിലല്ലേ ചില സംഭവങ്ങൾ പറ്റിയിട്ടുണ്ടല്ലോ, നിങ്ങളവിടെ പോയിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. നബി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി അബ്ദുല്ലാഹി ജുബൈറിൻ്റെ നേതൃത്വത്തിൽ 50 ആൾക്കാരെ അവിടെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഒന്ന് ഇറങ്ങി വരാൻ പാടില്ല കേട്ടോ. ജബലു ഐനൈനി എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നീട് അതിൻ്റെ പേര് ജബലു റുമാത്തായി. അത് അമ്പെയ്ത്തുകാരൻ നിർത്തിയതിന് ശേഷം എന്ത് വന്നാലും ഇറങ്ങി വരാൻ പാടില്ല എന്നാണ്. പക്ഷെ ഓരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ തോറ്റോടിപ്പോയി, അവരപ്പുറത്ത് പോയിട്ടിരുന്നു. പക്ഷേ ശത്രുവിൻ്റെ നേതാവാരാണ് നിങ്ങൾ? 110 യുദ്ധം ചെയ്തിട്ട് ഒരു യുദ്ധത്തിൽ പോലും തോൽക്കാത്ത ഖാലിദ് ഇബ്നു വലീദ്. അദ്ദേഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ മലമ്പെന്ന് ഇറങ്ങി കണ്ടപ്പോൾ ഖാലിദ് വലീദ് ബാക്ക് കൂടെ അങ്ങനെ വന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്ത്. അങ്ങനെയാണ് മുസ്ലിം ലോകം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായത്, ഒരു കയ്പായ അനുഭവം ഉണ്ടായത് ആ ഒരൊറ്റ സന്ദർഭത്തിൻ്റെ പേരിലാണ്. മുത്തുനബിൻ്റെ ഒരു നിർദ്ദേശം ലംഘിച്ചതിൻ്റെ കാരണത്താൽ. ഇന്നെന്തേ ഈ സമുദായത്തിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആ റസൂലുള്ളാഹിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ്. എന്തോ ആവട്ടെ. അപ്പോൾ ആ സമയത്ത് ഒന്ന് അറ്റാക്ക് ചെയ്ത് ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നബിക്കെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള എനിക്കറിയാം. പക്ഷെ ആ സമയത്ത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഈ സ്ത്രീ കാത്തിരിക്കുകയാണ്. ഞങ്ങളെ ഹബീബിന് എന്ത് പറ്റിപ്പോയി എന്നാണ് ചോദിക്കുന്നത് ഈ സ്ത്രീ. അപ്പോൾ അവരോട് പറഞ്ഞേ, നബിക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങളെ ബാപ്പ മരിച്ചിരിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മാഫു ഇല ബിറസൂ, എൻ്റെ ഹബീബിന് എന്താ പറ്റിയത്? അതിൻ്റെ പേരാണ് നബി സ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് നിലപാടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരോട് പറഞ്ഞില്ല, നബിക്കൊന്നും പറ്റിയില്ല, നിങ്ങളെ ആ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മാഫു ഇല ബിറസൂലില്ല, എൻ്റെ ഹബീബിന് എന്താണ് പറ്റിയത്? കേൾക്കാൻ നല്ല രസല്ലേ? അത് സഹാബാക്കളാണ്. അപ്പോഴും അവരോട് പറഞ്ഞു, നിങ്ങൾ ആങ്ങളെ മരിച്ചിട്ടുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതല്ല, എൻ്റെ ഹബീബിന് എന്താ പറ്റിയത്? അവരുടെ ആങ്ങളിനെ പറ്റി പറഞ്ഞ് അങ്ങനെ 4 ആൾക്കാരെ പറ്റി പറയാം. അപ്പോഴൊക്കെയും ആ സ്ത്രീ പറഞ്ഞ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞ് നബിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എന്നാൽ എൻ്റെ ഹബീബ് എനിക്ക് കാണിച്ചു തരുന്നതാണ്. സഅദ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞ് കുല്ലു മുസീബത്തിൻ ബഅദക ജറുൻ യാ റസൂലല്ലാഹ്. നബിയെ, താങ്കൾക്ക് ശേഷം ആർക്കെന്ത് പറ്റിയാലും ഒക്കെ നിസ്സാരമാണ് നബിയെ എന്ന് പറഞ്ഞ സുമൈറയുടെ ആ ഒരു സ്ത്രീയുടെ ആ ഒരു പ്രവാചക സ്നേഹം പോലും പ്രിയപ്പെട്ട പുരുഷന്മാരെ നമുക്കുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ വേണ്ടത് അവനെ അല്ലേ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പോയൊരു സംഭവം കണ്ടിട്ടുണ്ട് നിങ്ങൾ. അതേ മദീനയിൽ നിന്ന് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോയി. നബി ഇല്ലാത്ത മദീനയിൽ താമസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത്രമാത്രം നബിയോടുള്ള സ്നേഹമായിരുന്നു. അതുകൊണ്ടല്ലേ സഹാബാക്കളെ മദീനക്ക് അത്ര സേട്ടതുണ്ടായിട്ടും എന്തുകൊണ്ട് പോകാനുള്ള കാരണം എന്താണ്? ഭൂമിലോകത്തെ ഏറ്റവും സേട്ടമായ സ്ഥലം ഏതാണ്? മദീനയാണ്. എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് പറഞ്ഞ സ്ഥലം. അത് ഭൂമിലോകത്ത് സ്വർഗം ഉണ്ടെന്ന് ആഗ്രഹ സ്ഥലത്ത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ സ്ഥലം അതേപോലെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും അത്രേ. ഒരർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം, എല്ലാ സമയത്തും സ്വർഗത്തിൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, അതേപോലെ റൗദയിൽ എല്ലാ സമയത്തും ഇങ്ങനെ അനുഗ്രഹം ഇറങ്ങിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളാണെന്നാണ്. അങ്ങനെയാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ ആ ഹദീസിനെ വിശദീകരിച്ച് അങ്ങനെയാണ്.
ഏതായിരുന്നാലും ആ പിന്നെ അവിടെ അത്ര ശ്രേഷ്ഠമായ സ്ഥലം ഉണ്ടായിട്ടും എന്തേ സഹാബക്ക് വിട്ടുപോകാനുള്ള കാരണം എന്താണ്? ആ ഹബീബില്ലാത്ത മദീനയിൽ താമസിക്കാനുള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുമാണ്. എന്നിട്ട് ഉമറിൻ്റെ കാലത്ത് ബിലാൽ ഒന്ന് വന്നു മദീനയിൽ. ബിലാലിനോട് പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്ന് സഹാബത്തിന് അറിയാം. അവരെന്ത് ചെയ്തു? നിങ്ങൾ ഉമറിനെ ചട്ടം കെട്ടി ഉമറിനോട് പറഞ്ഞു. കാരണം ഉമർ പറഞ്ഞാൽ കേൾക്കാമെന്നാൽ എന്താണ് പേടിയാണ്. പിന്നെ ഉമർ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല എന്ന് അറിയും ചെയ്യാം. അതുകൊണ്ട് കേൾക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉമറിനോട് പറഞ്ഞു. ഉമർ അല്ലാഹുവിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. കുറേ വിസമ്മതിച്ചു. ബാങ്ക് കൊടുക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ചരിത്രം. എന്നിട്ട് ബാങ്ക് കൊടുത്തിട്ട് അല്ലാഹു അക്ബർ വിളിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു. അഷ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അത് മുഴുമിപ്പിക്കാനാകാത്ത ബിലാലിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ പേരാണ് പ്രവാചക സ്നേഹം. അതാണ് നിലപാടെന്ന് പറഞ്ഞാൽ ആദർശത്തിൻ്റെ വിഷയത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന നിലപാടും അതാണ്. എന്നാൽ ഭൗതിക വിഷയത്തിലാണെങ്കിലോ നമുക്കല്ല മുൻഗണന നൽകേണ്ടത്, അത് മറ്റുള്ളവർക്കാണ്. അതിലും നമുക്ക് സഹാബത്തിലാണ് മാതൃക. വിളക്കൂതി അധിക സൽക്കരിച്ച സംഭവം കിട്ടിയിട്ടില്ല നിങ്ങൾ? അബൂതലത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. എന്താ സംഭവം എന്ന് അറിയുന്നത്? ഒരിക്കൽ നബിൻ്റെ അടുക്കലേക്ക് ഒരാൾ വരിക. ആളാരാന്നറിയോ? ഞാൻ അവസാനം പറഞ്ഞുതരാം. നബിയോട് പറഞ്ഞ നബിക്ക് വിശന്നിട്ട് വയ്യ. നിങ്ങൾ മൈക്ക് അവിടെ വെച്ചാൽ എൻ്റെ സ്വഭാവം ഇതാണ്. ആ മൈക്കൊക്കെ എതിരെ ഞാൻ നിൽക്കുള്ളൂ. അതെനിക്കറിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ നേരം ഇങ്ങോട്ടേ. പണ്ടേ ഞാൻ മാറ്റാൻ ശ്രമിക്കുന്ന കാര്യമാണ്, പക്ഷെ മാറുന്നില്ല. എല്ലാവർക്കും എല്ലാ സ്വഭാവങ്ങളും മാറില്ലല്ലോ, അതേപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഇത് പോയി. അതാണ് എൻ്റെ ഒരു കാര്യം. ഏതേനി വിളക്കൂതി. അതെ, പിന്നെ വിളക്ക് ഊതിപ്പോയതാണ് പറ്റിയത്. അപ്പോൾ പിന്നെ ഒരാൾ വന്ന് നബിയോട് പറയും, നബി എനിക്ക് വിശന്നിട്ട് പോയി. ഒരു മനുഷ്യൻ വിശന്നിട്ട് ഭക്ഷണം നൽകണം എന്ന് പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണേ നിങ്ങൾ, അല്ലേ? തീരെ ഉസുറും കൂടി ഇല്ലാത്തവർക്ക് പിന്നെ ശീലായവർക്ക് പിന്നെ വേറെ. പക്ഷേ വിശന്നിട്ട് വയ്യെന്ന് പറയുന്നുണ്ടെങ്കിൽ മുത്തുനബി എന്ത് ചെയ്താൽ നിങ്ങൾ എന്നാൽ ഓൻ്റെ പരി പോയി നോക്കുന്നല്ല, ആദ്യം അവനാൻ്റെ നോക്കണം. നബിൻ്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു, അവിടെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ വേണ്ടി. അത് ഞാൻ പറഞ്ഞത് ആ നബിൻ്റെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു. അതാണ് നബിനോട് നബിൻ്റെ ഭാര്യമാർ പറഞ്ഞാൽ നിങ്ങൾ എത്ര വീടാണ്? 10ലധികം വീടുകളില്ലേ? വീടല്ല, എന്താണ്? ഉജറത്തുകളാണ്, റൂമുകളാണ്. ആ 10ലധികം വീട്ടിലുള്ള ഭാര്യമാർ പറഞ്ഞേ വല്ലദീ ബഅസക ബിൽ ഹഖി മാ ഇൻദനാ ഇല്ലാ മാ. അള്ളാഹുവാണ് സത്യം. ആ വല്ലാഹി എന്ന് പറഞ്ഞാൽ നുണറയാൻ പറയണ അള്ളയല്ല, അത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ വീട്ടിൽ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് പറ, എത്രയാണ് ഇന്ന് ഞങ്ങൾ കഴിച്ച 2 ഭക്ഷണം, 2 തരം ചോറാണ്. ശ്രേയങ്ങൾ ആ ഹബീബിന് ഒരു നേരത്തെ ചോറും കൂടി കഴിക്കാനില്ല. അത് ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം നബി ഇങ്ങനെ രൂപം എങ്ങനെയാണെന്നുള്ളത്. അത് കാണാതിരിക്കാൻ നിൽക്കുന്നല്ല. ഒരു ഗ്ലാസ് ഞാൻ പറഞ്ഞു മൗലവി അത് വേണ്ടാറ്. കാരണം അതേപോലെ ഇരിക്കേണ്ടി വരും. പിന്നെ അതേപോലെ ഇരുന്നാലും എന്താവില്ല, വെള്ളം അറിയില്ല. നബി തീൻമേശയിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം കുമ്പണ് ചാടും, അത് ചാടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് മൗലവി നമുക്ക് ആ ഗ്ലാസ് നമുക്ക് വേണ്ടാറ്. ചിലർക്ക് അങ്ങനെയാണല്ലോ. മരണത്തിനെ കുറിച്ച് ഞാൻ ഈ പിന്നെ കൊല്ലത്തുകാർ ഒരു ദല്ല കമ്പനിയിലുണ്ട്. ഞാൻ തോയ്ഫിൽ നീനന്ന് അങ്ങോട്ട് ഞാൻ ക്ലാസ്, അവിടേക്ക് ആരും പോകില്ല. കാരണം അങ്ങനത്തെ ക്ലാസ് നമുക്ക് വേണ്ടടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി കൊല്ലത്തുകാരുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് നാട്ടിൽ പോകുമ്പോഴാണല്ലോ, പിന്നെ ഒന്നും കാട്ടില്ല. അപ്പോൾ ഞാനൊരു ക്ലാസ്സിന് പോയി. ക്ലാസ്സിന് വന്ന് കണ്ട് ക്ലാസ്സൊക്കെ എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്ന് അപ്പോൾ ഒരു പറഞ്ഞു കുറച്ച് ഞാൻ പറഞ്ഞു പോലെ മരണത്തെ കുറിച്ച് പറയില്ലേ മൊലിയ, കാരണം പേടിയേറ്റ എനിക്ക് നാട്ടിലേക്ക് പോകില്ല എന്നുള്ളത്. ഞാനാണെങ്കിൽ ഇതിങ്ങനെ ഏറ്റങ്ങളെ മരണം പറഞ്ഞ് പേടിപ്പിച്ച് കാണ്ടെങ്കിലും ക്ലാസ്സിക്ക് വെറ്റ വിചാരിച്ച് കാണണ്ട. ഇവർ നേരെ എതിരെ മനസ്സിലാക്കണം. അവിടുന്ന് അങ്ങനെ മരിച്ചുള്ള പേടിയാണ്. അപ്പോൾ അതേമാതിരി ചിലത് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ പറഞ്ഞ് എനിക്ക് വിശന്നിട്ട് വയ്യ, ഭക്ഷണം വേണമെന്ന്. നബി പിന്നെ എല്ലാ വീട്ടിലേക്ക് കിട്ടോ. അപ്പോൾ ഓരൊക്കെ പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങൾക്ക് ഭക്ഷണം അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നബി സ്വല്ലം എന്ത് ചെയ്താൽ നിങ്ങൾ നബി പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ ഗസ്റ്റാണ്, ആരെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവന് അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അബൂതലത്തുൽ അൻസാരി പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം നബിയാണ്, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇങ്ങോട്ട് നേരെ ചെന്ന് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം പറഞ്ഞേ ലൈഫ് റസൂലില്ലാത്ത ദഖിരി ചെയ്യുക. റസൂലുള്ളാഹിൻ്റെ ഗസ്റ്റാണ്, ഒന്നും എടുത്തേക്കല്ല കേട്ടോ. അതിൻ്റെയൊക്കെ ചെയ്യാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെന്താ പറയാ, ലോറിസ്കാരം കഴിഞ്ഞിക്കാണ്ടേ നമ്മൾ പോകുമ്പോൾ പള്ളിക്കൊന്ന് കിട്ടിയ ഒരാളെയും കൊണ്ട് പോയി നോക്കുന്നുണ്ട്. നിങ്ങളെ പെണ്ണുങ്ങളെ സ്വഭാവം യഥാർത്ഥത്തിൽ അറിയാം. ഓളം മുഖത്തിൻ്റെ ആ കോലമൊക്കെ നിങ്ങൾക്കാണ് കാണാൻ പറ്റും, മനസ്സിലായില്ലേ? പക്ഷേ ഇവർക്ക് എന്ത് സന്തോഷം തരങ്ങൾ, അതെന്താ സംഭവം തരങ്ങൾ? അതെ, ഭാര്യക്കൊത്ത ഭർത്താവുമാകണം, ഭർത്താവിനൊത്ത ഭാര്യയുമാണ്. നമ്മളെ പെണ്ണുട്ടീൻ്റെ മുന്നേ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ തരങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആയത്തിറങ്ങിയപ്പോഴേ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ദുനിയാവിൽ സമ്പാദിക്കുവാനും സമ്പാദ്യം അതാണ്. അവൻ ഈ 3 കാര്യം പറഞ്ഞു. നീ വിഷമിപ്പിക്കണില്ല, ഞാൻ ഇതാദ്യം പറഞ്ഞു കഴിഞ്ഞു. 1, ഖൽബൻ ഷാക്കിറൻ, നന്ദി കാണിക്കുന്നൊരു മനസ്സ്. 2, ലിസാനൻ ദാക്കിറൻ, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നൊരു നാവ്.
മൂന്നാമത്തത് വമർഅത്തൻ മുഅ്മിനത്തൻ തുഈനു അഹദുക്കും അലാ അംരിൽ ആഖിറ, സ്വർഗത്തിൻ്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന മുഅ്മിനത്തായ ഭാര്യ. ഈ ദുനിയാവിലെ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് പറഞ്ഞാൽ അതാണ്. ഈ ദുനിയാവിലെ ഏറ്റവും നമ്മളെ സമ്പത്ത് പറഞ്ഞാൽ അതാണ്. പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മെ സഹായിക്കുന്ന മുഅ്മിനത്തായ ഭാര്യ. നിസ്കാരത്തിന് സമയത്ത് എണീക്കി പൊയ്ക്കോളി പള്ളിയേക്ക് അറിയുന്ന സമയം പോകാൻ നിന്നിട്ടുണ്ടെങ്കിലും പുതപ്പിട്ട് മൂടുന്ന പെണ്ണുങ്ങളല്ല. ശരി, അത് നരകത്തെ കാര്യം നരകത്തെ കാര്യം പിന്നെ സഹായിക്കുന്ന ഭാര്യ ഉമ്മു ജമീൽ തബ്ബത്തി യദാബിലബ് അല്ലേ. ഭർത്താവിനെന്താണ് വിറകൊണ്ടെന്ന് കൊടുക്കുക, എന്തിന് നബി അടക്കണ വയിലിടാൻ വേണ്ടിയിട്ടാണ്. അത് നരകത്തിൻ്റെ കാര്യം സഹായിക്കുന്ന ഭാര്യ. അപ്പോൾ പിന്നെ പറഞ്ഞ് അപ്പോൾ സ്ഥലം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കൊണ്ടുപോയി. അപ്പോൾ ഭാര്യ പറഞ്ഞ എന്താ നിങ്ങൾ വല്ലാഹി മാ ഇന്ധന ഇല്ല കൂത്ത് സെബിയ, അള്ളയാണ് സത്യം. നമ്മുടെ വീട്ടിലെ കുട്ടിയെ കൊടുക്കാനുള്ള കൂത്തുള്ള കൂത്ത് അറിയാം നിങ്ങൾ മാ യുക്കാം സുൽബു, അതായത് ഈ നിവർന്ന് നിൽക്കാൻ പറ്റുന്ന ഭക്ഷണത്തിനാണ് പറയാം. കുട്ടിയകത്തിന് കൊടുക്കാണ് ഒരു പിടി ചോറ്, അതേ ഉണ്ടാവുള്ളല്ലോ. അപ്പോൾ അബൂതുലത്തിനനുസരി പറഞ്ഞു ഒരു മാർഗം ചെയ്യും, ഭക്ഷണം എടുത്തേക്ക് ചെയ്യും, ഇങ്ങോട്ട് ഈ പിന്നെ വിളക്കും കൊടുക്കാൻ വെക്ക്. അന്നത്തെ പണ്ടത്തെ വിളക്ക് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എ പി പറഞ്ഞാൽ നിങ്ങളൊക്കെ കുറേ മുമ്പ് നാട്ടിൽ നിന്ന് വന്നതാണ്, എന്തിനാ പറയുക എ പിൻ്റെ അടുത്തേക്ക് പെണ്ട് ചെയ്യാൻ പോയി. എ പിന്നോട് പറഞ്ഞു എന്നാൽ ചക്ക എന്നാ ഇനി പോയാൽ. ഞാൻ മനസ്സിൽ എനിക്ക് വേണ്ടായിരുന്നു. എനിക്ക് ചക്ക അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ചെന്നാൽ ഫസ്റ്റ് വെച്ചല്ലേ, അതേമാതിരി നിങ്ങളും അറിയാത്തവർ ഇങ്ങനെ കുത്തിരിക്കണം. എന്തിനാ പണ്ടത്തെ തിരി ഇളക്കിയ വിളക്കില്ലേ, വിളക്ക് ആ അപ്പം മനസ്സിലായല്ലോ. ഞങ്ങൾ പറയേണ്ട ധരിച്ചു കണ്ട ഞങ്ങളും ആദ്യം തന്നെ സമ്മതിച്ചോട്ട് ധരിച്ചിട്ട് ആ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് പിന്നെ അബൂദുല പറഞ്ഞ് ഈ കൈ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്ക് ഊതണം കേട്ടോ. എന്തിനാ അറിയങ്ങൾ ഈ വന്ന ഗസ്റ്റിൻ്റെ കയ്യുമേൽ തട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന് ഞാനും കൈക്കൊണ്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പകൽമാന്യന്മാരുണ്ട് വീട്ടിൽ ഗസ്റ്റ് എന്നിട്ടുണ്ടെങ്കിൽ മോലെ നിങ്ങൾ കഴിച്ചോളി കേട്ടോ, ഞാൻ ഓളപ്പാണ്, ഓളോട് ഭയങ്കര സ്നേഹം. എന്നിട്ട് ഈ വന്ന സ്വാദ് മോലെ പിന്നെ അവിടെ നിന്നല്ല വേറെ കിട്ടൂല, അതുകൊണ്ട് ഒറ്റക്കാര്യം വേണ്ടിയില്ല ഇരട്ടക്കാര്യം വേണ്ടി തിന്നാന്നല്ലാതെ മഹാ വേണ്ടാത്തരമാണ്. ഗസ്റ്റിൻ്റെ കൂടെ ഇരിക്കണം ഭക്ഷണം കഴിക്കാൻ, ഉള്ളത് മതി, പക്ഷേ അതൊരു സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കേണ്ടത്. അത് ഗസ്റ്റിനോട് കാണിക്കുന്നൊരു മര്യാദയാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ പറഞ്ഞു അല്ലേ. അപ്പോൾ വിളക്കൂതാൻ വേണ്ടി പറഞ്ഞു. നമ്മളാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റും കൂടി നമുക്ക് തിന്നാനേ കാര്യം, അതിനൊക്കെ നമ്മൾ വിളക്കൂതാൻ പറയും. അപ്പോൾ ഇതിങ്ങനെ തട്ടിക്കാൻ വേണ്ടിക്കാണ്ടാണ് എന്ത് ചെയ്യണത് ഈ വിളക്കൂത്. ശരി, നേരം വെളുത്ത് പിന്നെ നബിൻ്റെ സദസ്സിലേക്ക് പോകുകയാണ് കേട്ടോ. അതായത് ഈ വന്ന ആൾ ഭക്ഷണം കഴിച്ചാൽ ആകെ ഒരു പിടി ഭക്ഷണമേ ഉള്ളൂ, പക്ഷേ ഒരു ബർക്കത്തുള്ള ഒന്നിച്ച് കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് പണ്ടത്തെ അറബികൾ ഒന്നിച്ച് നല്ല കഴിക്കൽ. നമ്മളെന്താ കഴിക്കാത്തത് എന്താ, അതിന് അറബിയിൽ കറിയില്ല, നമുക്കാണെങ്കിൽ കറിയുണ്ട്. അവിടെ പറഞ്ഞാൽ എല്ലാവർക്കും കറി ഒരു ഭാഗത്ത് പറഞ്ഞാൽ മതിയോ. അതുകൊണ്ടേക്കാരം നമുക്ക് അങ്ങനെ ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ ബർക്കത്തുണ്ടല്ലോ, ആ അള്ളാഹു റസൂൽ പറഞ്ഞതാണ്, അതിൻ്റെ നടുവിലേക്കാരം ബർക്കത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നേരം വെളുത്ത് അബൂതലയും ഉമ്മത്തുൽ ഹയ്യും നേരെ നബിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. ഏതാ നിങ്ങൾ ഖുറാനിലെ സൂറത്ത് ഹശ്റിലെ പിന്നെ ആയത്താണ്. ആ ആയത്ത് ഇതാണ്, പിന്നെ അറിയാലോ, അതായത് വല്ലദിന തബ്ബവു ദാറ വൽ ഈമാനം എന്ന് പറഞ്ഞ ആയത്താണ്. ഖസാസ, സ്വന്തത്തിന് ആവശ്യമുണ്ടെങ്കിലും ആ ആവശ്യം പരിഗണിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യം പരിഗണിക്കുന്നവർ എന്നുള്ള ആയത്താണ് ഇറങ്ങുന്നത്. ആ സമയത്ത് നബി എന്താ പറഞ്ഞാൽ നിങ്ങൾ ഭാര്യയോടും ഭർത്താവിനോടും ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഗസ്റ്റുമായി പെരുമാറിയ പെരുമാറ്റം കണ്ടുകൊണ്ട് ലോകരക്ഷിതാവ് അത്ഭുതപ്പെട്ടിരിക്കുന്നു. പടച്ചും അത്ഭുതപ്പെട്ടിരിക്കുക രണ്ട് മനുഷ്യന്മാരുടെ പ്രവർത്തനം കണ്ടുകൊണ്ട്. ആരാണത്? ആണ് അബൂതലയും ഉമ്മത്തുലായി. ദുനിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ നോക്കി നമുക്കൊക്കെ ഒരു പരിപാടിയുണ്ട്. ഞാൻ ആ ഗസ്റ്റ് ആരാറിങ്ങൾ അതാണ് മുത്തുനബിൻ്റെ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ഇന്ന് മദീനത്തെ പള്ളിയിൽ ചെന്നാൽ നബിനെ മറവ് ചെയ്ത ആ വീട്ടിൻ്റെ തൊട്ടുപിറകെ ഒരു ഉയർന്ന സ്ഥലമുണ്ട്. എന്തേ അവിടെ എന്ത് ചെത്തിക്കോരാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉയർന്ന സ്ഥലം, അതിന് പിന്നെ ചരിത്രമുണ്ട്. അഥവാ അഹ്ലു സുഫ ഇരുന്ന സ്ഥലമാണ്. ആര് ഈ സുഫ പറഞ്ഞാൽ ആരാണ്? നബിൻ്റെ സഹാബാക്കളിൽ നിന്ന് പാവപ്പെട്ട ആൾക്കാർ. അതായത് എന്തിനാ അവിടെ ഇരിക്കണം നിങ്ങൾ? വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, ഭക്ഷണത്തിന് വകുപ്പുള്ള ആൾക്കാർ. ആ ഭക്ഷണം കഴിച്ചാൽ ബാക്കി വരുമ്പോൾ എന്തേ ഒരു കീസ് കൈ പിടിക്കും. അപ്പോൾ ഈ പാവങ്ങളൊക്കെ ഒരു സ്ഥലത്തിരിക്കാൻ അവിടെ കൊണ്ടേ കൊടുക്കാമല്ലോ. അങ്ങനെ ഇരുന്നിരുന്ന അതിൻ്റെ നേതാവ് ആരാറിങ്ങൾ 300 ചില്ലാനം ആൾക്കാരുണ്ടായിരുന്നാണ്. അതിന് നേതാവാണ് ഈ അബ്ദുറഹ്മാൻ സഹ്റുദ്ദൗസി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാണ് വിശന്നിട്ടാണ്, വിശക്കുന്നുണ്ടെന്ന് പറയാൻ ആ ഒരു ദലച്ചൊക്കങ്ങൾ. ശരി, അപ്പോൾ അള്ളാഹ് അത്ഭുതപ്പെടുക ഈ ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുകൊണ്ട്. അതാണ് പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സഹായിക്കുന്ന മുഅ്മിനത്തായ ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പം നമ്മളങ്ങനെ ആകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു. റോമക്കാർക്കെതിരെ നടന്ന ഒരു യുദ്ധം, യർമൂക്ക് യുദ്ധമുണ്ടല്ലോ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, അതായത് അന്നാണ് ഈ ഇക്രിമത്തു ബിൻ അബീ ജഹൽ, അബൂജഹലിൻ്റെ മകനുണ്ടല്ലോ, മൂപ്പര് ആ യുദ്ധത്തിന് പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഈ പിന്നെ ഖാലിദ് ബിൻ വലീദ് പറഞ്ഞു നിങ്ങൾ പോരേണ്ടതില്ല, കാരണം നിങ്ങൾ പോന്ന രക്തസാക്ഷിയാവുകയാണെങ്കിൽ ഞങ്ങൾ സഹിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ആ സമയത്ത് ഈ പിന്നെ ഇക്രിമ പറഞ്ഞു
നിങ്ങൾക്കൊക്കെ നബിൻ്റെ കൂടെ ഒരുപാട് സർവീസ് ഉണ്ട്. ഞാൻ എപ്പോഴും മറുപക്ഷത്തായിരുന്നു. 110 യുദ്ധം ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം സാധാരണഗതിയിൽ മരിക്കണമായിരുന്നു. മുപ്പര് പറയുന്നൊരു വാക്കുണ്ട്, ഞാനിതാ 110 യുദ്ധം ചെയ്തിട്ടുണ്ട്. ഹാ അനദാ മൂത്തു കമാത്ത മൂത്തുൽ ബഈർ. ഞാനിതാ ഒരു ഒട്ടകത്തിൽ കിടന്ന് ഒരു തൊഴുത്തിൽ കിടന്ന് ഒട്ടകം മരിക്കുന്ന പോലെയാണല്ലോ ഞാൻ മരിക്കുന്നതെന്നാണ്. എന്നുവെച്ചാൽ എന്താർത്ഥം? ഷഹീദാകാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതാണ്. അങ്ങനെ പിന്നെ ഖാലിദ് വലീദ് പറഞ്ഞു യുദ്ധത്തിന് പോരുത്. പക്ഷെ അദ്ദേഹം പറഞ്ഞേ പിന്നെ ഞാൻ യുദ്ധത്തിന് അദ്ദേഹം തടഞ്ഞു, നിങ്ങളിനെ തടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വെട്ടേച്ച് കിടക്കുകയാണ് കേട്ടോ. ആ സമയത്ത് 3 പേര് വെള്ളം ആവശ്യപ്പെട്ടു. ആരൊക്കെയാണ് നിങ്ങൾ? ഒന്ന് ഹാരിസ് ബിൻ ഹിശാമാണ്, 2 ഇക്രിമയാണ്, 3-ാമത്തെ അയ്യാശ് ബിൻ അബി റബീയാണ്. അപ്പോൾ ഇക്രിമ യുദ്ധത്തിന് പോകുമ്പോൾ തന്നെ പറയാൻ താരങ്ങൾ മയ്യുബായുൽ മൗത്തി, മരിക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളുടെ പോരിടാന്നാണ്. മരിക്കാൻ തയ്യാറുള്ളവരാരാണ് എന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ സമയത്ത് ഈ ഹാരിസ് ബിൻ ഹിശാം അല്പം വെള്ളം ചോദിച്ചു. ആ വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ പാത്രത്തിലേക്ക് ഇക്രിമ നോക്കി. അപ്പോൾ ഹിശാം പറഞ്ഞു, എനിക്ക് വേണ്ട, ഇക്രിമ കൊടുക്കുക. ഈ ഒരു പങ്കുവെക്കലിൻ്റെ ചരിത്രം ഇസ്ലാമില്ലാതെ വേറെ എവിടെ കാണുക? അപ്പോൾ ഹിശാം പിന്നെ ഇക്രിമ കൊടുത്തപ്പോൾ ആ ഇക്രിമൻ്റെ കയ്യിലുള്ള വെള്ളത്തിലേക്ക് അയ്യാശ് ബിൻ അബി റബിയെ നോക്കി. അപ്പോൾ ഇക്രിം പറഞ്ഞു, എനിക്ക് വേണ്ടവന് കൊടുക്കുക. അങ്ങനെ അവിടുന്ന് മാറി. ആദ്യം ചോദിച്ച ഹാരിസ് ബിൻ ഹിശാമിൻ്റെ അടുക്കിലേക്ക് പിന്നെ 2ാമത് ആവർത്തിച്ചപ്പോഴേ ഹാരിസ് രക്തസാക്ഷിയായിട്ടുണ്ട്. ഇക്രിമിൻ്റെ അടുക്കിലേക്ക് വന്നു, ഇക്രിം രക്തസാക്ഷിയായിട്ടുണ്ട്. 3-ാമത്തെ അയ്യാശ് ബിൻ അബി റബിയ പിന്നെ രക്തസാക്ഷിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഭൗതികപരമായ കാര്യങ്ങളിൽ അങ്ങനെയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മുസ്ലിമായി. നിങ്ങൾക്കറിയാം ആരാണ് അബ്ദുറഹ്മാൻ ഔഫ് പറഞ്ഞാൽ? മക്കയിലെ സമ്പന്നന്മാരെടുക്കുകയാണെങ്കിൽ 3 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്, പിന്നെ ഒന്ന് മുസ്അബാണ്, പിന്നീട് പിന്നെ അബ്ദുറഹ്മാൻ ഔഫാണ്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു മക്കയിലെ ഒരു വലിയ ധനാഢ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ ഹിജ്റ പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ കുഴി കുത്തിയിട്ട് ആ കുഴിയിലിട്ടു. കാരണം നബി പറഞ്ഞിരിക്കണേ മടങ്ങി വരും, മക്ക വിജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഈ കുഴിയിലിട്ട് പോകാൻ സമയത്ത് മുശ്രിക്കുകൾ തടഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സമ്പാദിച്ച ധനവുമായിട്ടാണ് ഇനി പോകുന്നത്, തരികയാണെങ്കിൽ എന്നെ വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഴി കാണിച്ചു കൊടുത്താൽ ഇന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് സമ്പാദ്യം പറഞ്ഞാൽ വെള്ളി നാണയം സ്വർണ്ണ നാണയമാണല്ലോ. അപ്പോൾ അത് കൊടുത്ത് അദ്ദേഹം മടങ്ങി പോകട്ടെ. ആ ആകെ ധരിച്ചൊരു വസ്ത്രവുമായിട്ട് വേറെ 2ാമത്തെ കൂട്ടം വസ്ത്രമില്ല മദീനയിലെത്തി. മദീനെത്തിയ പാടെ നിർത്താനായോ? എന്താ അങ്ങോട്ട് നോക്കുന്നു? ഞാൻ പ്രസംഗിക്കുക, നിങ്ങൾ അങ്ങോട്ട് നോക്കുക. ഒക്കെ അതിൻ്റെ സിമ്പലുകളാണ്. വാച്ചിക്ക് നോക്കുക. ഞങ്ങൾ ഒരുപാട് കാലമായല്ലോ. ഞങ്ങൾക്കറിയാം എണീറ്റ് പോകുക, പിന്നെ വാച്ച് നോക്കുക, മൗലവിൻ്റെ മുഖത്തേക്ക് നോക്കുക, എങ്ങനെ നോക്കുക. ഞങ്ങൾക്കൊന്നും വാച്ച് കാണാത്ത മതി. അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഈ കുത്തിപ്പൊക്കെ അറിയുമ്പോൾ എത്ര ഗതിയുടെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ മൊത്തത്തിൽ ഞങ്ങൾക്ക് നോക്കണം. അങ്ങനെ അവൻ്റെ മുഖം ചുളിയുന്നുണ്ടോ, ഓനിത് പറ്റുന്നുണ്ടോ, പറ്റുന്നില്ല. അല്ലാണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ പിന്നെ പിറ്റത്താഴ്ച നമ്മൾ വിളിക്കലൊക്കെ ഇതാണ്. അപ്പോൾ അതൊക്കെ അതിലൊക്കെ ഒരു സിമ്പലുകളാണ്. അപ്പോൾ നിർത്താനാണെങ്കിൽ പറഞ്ഞാൽ എനിക്കിത് ഏറ്റവും വലിയ, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു പല്ല് പൊട്ടിക്കണം, കടിച്ചുടിച്ച് കണ്ട ഞാനീ പറയുന്നത്. പിന്നെ അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു, ഈ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല ഇങ്ങനെ പോണത് അവിടെ എത്തി. പിന്നീട് ആ സമയത്ത് മദീനയിൽ എന്താ വെച്ചാൽ നിബ്സല ഈ പണ്ട് പള്ളി ദർശക്ക് വരുന്ന മൂല്യമൊരുക്കിയാലുണ്ടല്ലോ, ചെലവിന് കൊടുക്കാൻ വേണ്ടി മൂല്യമനെ കൊണ്ടുപോകും. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ പ്രമാണിമാരത്തേക്ക് ഇങ്ങനെ വിടും. ഇവരങ്ങൾ കൊണ്ടേക്കോളി, ഇങ്ങനെ ഉണ്ടെങ്കിലും കൊണ്ടേക്കോളിയാറുണ്ടെങ്കിലും വിടും. നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കൊണ്ടൊന്നല്ല, തിന്നാൻ കൊടുക്കേണ്ടി വരുമ്പോൾ ഓർമ്മ വരില്ല. ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. എനിക്കും അങ്ങനെ തന്നെയാണ്. പണ്ട് പിന്നെ കുട്ടികൾ പറഞ്ഞില്ലേ വാപ്പാനെ പറ്റിക്കാണ്ട്, വാപ്പാക്ക് വരും മറവിയ, കൊടുക്കാനുള്ള ഒന്നും ഓർമ്മയില്ല, കിട്ടാനുള്ളതൊക്കെ നല്ല ഓർമ്മയാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള രോഗം തന്നെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ സയ്യിദ് ബിൻ സയ്യിദ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനാണ്. സയ്യിദ് ബിൻ സയ്യിദിനെയാണ് അബ്ദുറഹ്മാൻ ഔഫിനെ ഏൽപ്പിക്കുന്നുണ്ടോ, കൊണ്ടുപോയി കൂടിയായിരുന്നു, കൊണ്ടുപോയി കൊടുത്തു. നിങ്ങളുടെ അബ്ദുറഹ്മാൻ ഔഫ് സയ്യിദ് ബിൻ സയ്യിദിനെ കൊണ്ടുപോകാറുണ്ട്. ചരിത്രം ഒന്ന് പഠിച്ചോളിയാതാലും ആരെങ്കിലും കൊണ്ടുപോകേണ്ടിയിരുന്നുണ്ടെങ്കിൽ മനസ്സിലേ, ഞാൻ ഏതായാലും ഒന്നും വൈഫിക്ക് മടങ്ങണില്ല, അല്ല ഇങ്ങോട്ട് പോകണില്ല, ഇപ്പം എന്നെ വിളിക്കലോ നോക്കുകയും ചെയ്യാലോ എനിക്ക്. മോറുണ്ടാത്ത തന്നെ അറിയാം. അപ്പോൾ സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു കൊണ്ടുപോകാനുണ്ട്. കൊണ്ടുപോയിട്ട് എന്താ പറയുന്നത് നിങ്ങൾ നോക്കി, നിങ്ങൾ ഇന്നലെ വരെ കണ്ടിട്ടില്ല, ഒരു പരിചയവുമില്ല, നാട്ടുകാരനല്ല, മനസ്സിലായി നിങ്ങൾ, ഒരു പരിചയവുമില്ല. പക്ഷേ സയ്യിദ് പറയണേ, അബ്ദുറഹ്മാൻ ഞാൻ ഈ നാട്ടിലെ വലിയ പണക്കാരനാണ്, കൃഷിക്കാരനാണ്, എനിക്ക് ഒരുപാട് ഭൂമിയുണ്ട്, പൗതി അനക്കാണ്, പൗതി എനിക്കാണ്. യാ അല്ലാഹ്, പങ്കുവെക്കലിൻ്റെ ചരിത്രം അല്ലേ അന്ന് തുടങ്ങിയത്. ഈ അറബികളെ കണ്ടില്ല നിങ്ങൾ ഒരു പാട്ടിന്, ഒരു നോമ്പറക്കാനൊക്കെ വിളിച്ചിരുന്നുണ്ടല്ലോ നിങ്ങൾ. നമ്മളൊക്കെ എന്താ കാട്ടുക, ആ ഇച്ചന്നല്ല എന്നിട്ടല്ല എനിക്കുന്ന, നമ്മളെ സിമ്പൽ അതാണ്, എനിക്കല്ല എന്നിട്ട് എനിക്കുന്ന. നമ്മൾ നമുക്ക് മാന്തരാണല്ലോ ചെയ്യുക, പോലെ അങ്ങനെയല്ല, ഇങ്ങോട്ട് തരില്ല. അത് അന്നത്തതാണ്.
ശരി, അത് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണണമെങ്കിൽ മദീനയിലേക്ക് പോകാം. അതാണ് മദീന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പങ്കുവെക്കേണ്ട ചരിത്രം കാണണമെങ്കിൽ നമ്മൾ മദീനയിൽ പോകണം. അപ്പോൾ ഇതാ പൗതി എനക്കാണ്, പൗതി എനിക്കാണ്. എന്നിട്ട് പറഞ്ഞേ, എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഇത് നോക്കോ, എനിക്ക് ഏതാ ഇഷ്ടമുള്ളത് നോക്കോ, എന്നിട്ട് ഞാൻ തൊലാക്കിൽ തരാം, എന്നിട്ട് എനിക്കോളെ യുദ്ധ കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ തരാം. അത് പിന്നെ നമ്മൾ കൊടുക്കും, കാരണം കുടുങ്ങിയേക്കും അല്ല മറ്റടങ്ങാറായേക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞു 2 എണ്ണം വാണിച്ചു കൊണ്ടുപോകും, ഞാൻ വേറെ കിട്ടി കോളേജ് അല്ല, അവനാണല്ലോ പുതിയ കിട്ടേണ്ടത്. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ എന്ത് വിളച്ചിട്ടുണ്ട്. ഇവിടെ സ്ത്രീകൾ കൂടുതലില്ലല്ലോ ക്ലാസ്സിൽ. എനിക്ക് പോകുമാണേ നാട്ടിലെത്തണം. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നൊന്നും ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോയില്ല, കാരണം ചിലപ്പോൾ വിളിച്ചീനില്ല, ബോട്ടിയും എടുത്തോടത്താണ് കുടുങ്ങിപ്പോൾ. അപ്പോൾ അതിലാണ് വിളിക്കണത്. അപ്പോൾ കുറച്ചൊക്കെ കേട്ടപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഓഫാക്കി. കാരണം ജയ കേട്ടിട്ടുണ്ടെങ്കിൽ കരിയാടാണെന്ന് ചിലതൊന്നും പറയാൻ പറ്റൂല ഇപ്പോൾ. അപ്പോൾ പിന്നെ അതുറാമ ഇത് പറയാം, 2 ഭാര്യമാരുണ്ട് എനിക്ക്. ആ 2 എനിക്ക് ചോദിക്കും ഏതാ ഇഷ്ടമുള്ളത്. ഇവൾ കുടുങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ മറ്റുള്ള എനിക്ക് തരാം. ആ അബിസീനിയക്കാരിക്ക് ജുടുത്തോ, ആ സൗദിച്ചിനെ ഞാൻ എടുക്കാന്നുള്ള പറയാം. പക്ഷേ ഇയാൾ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഇതിനെ ജുടുത്തോന്നാണ്. ഇയാളാണെങ്കിലും എന്നാൽ മണ്ടക്കൈക്കൂട്ട് മരിക്കിട്ടണ പോരട്ടെ എന്നാൽ മുബിലെന്താ പറയുക, ബാറക്കല്ലാഹു ഫീ അഹ്ലിക്കും മാലിക്കും, അള്ളാഹു നിങ്ങളെ സമ്പത്തിനും കുടുംബത്തിനൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അതിനെ നിങ്ങളെ അങ്ങാടി എവിടെയാണ്? എന്നിട്ട് അദ്ദേഹം പിന്നെ കച്ചവടം നടത്തി. എന്താ കച്ചവടം എന്ന് പറയുന്നത്? പാൽ തൈരും കച്ചവടം. എന്നിട്ട് അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. എങ്ങനെയാണോ മദീനയിൽ മക്കയിൽ നിന്ന് പോകുന്നത് അതേപോലെ അദ്ദേഹം പറയാറുണ്ട്, ഞാനൊരു കല്ല് പൊന്തിച്ച് നോക്കി അതിൻ്റെ ചോട്ടിൽ ഞാൻ സ്വർണ്ണം കാണുന്നതാണ്. പക്ഷേ ബർക്കത്ത് അങ്ങനെയാണല്ലോ അല്ലേ? കോടിക്കണക്കിന് സമ്പത്തിൻ്റെ ചിലപ്പോൾ ബർക്കത്തിന് ഒക്കെ നശിച്ച് പോകല. ചിലതാണെങ്കിലും അയിമ്പൊന്നും ഇങ്ങോട്ട് പോന്നിട്ടില്ലേ, നിങ്ങൾക്ക് ഓർമ്മല്ലേ? ബോഫിയേനി പിന്നെ അങ്ങനെ പോന്ന് കണ്ട വലിയ പണക്കാരനായത് എങ്ങനെ? ബർക്കത്താണ്. ആ ബർക്കത്ത് ഇങ്ങനെ കയറി വരിക. അബ്ദുറഹ്മാൻ ഔഫ് പിന്നീട് അതിൻ്റെ ചരിത്രം കാണാൻ എന്താ പറയുന്നത്, ഖുലഫാ റാഷിദീങ്ങളുടെ കാരണം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരിക്കൽ ഇങ്ങനെ മദീനയിൽ ഇങ്ങനെ ഒരു ഇരമ്പി വരുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചു, മാദി ഇറജ, ഈ ഇരമ്പൽ എന്താണ്? അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഈറുല്ലി അബ്ദുറഹ്മാൻ ഔഫിൻ്റെ കച്ചവട സംഘം സിറിയയിൽ നിന്ന് വരിക. അത് 700 ഒട്ടകങ്ങളാണ്. 700 ഒട്ടകങ്ങൾ പറഞ്ഞാൽ 700 കണ്ടെയ്നർ ലോറികളാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ തലവെത്തി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു പറഞ്ഞു അത്രേ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിരങ്ങിയിട്ടാ സ്വർഗത്തിൽ പോകുക. നിരങ്ങി പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗം നിറച്ച് കിടക്കണം, നടക്കാൻ വയ്ക്ക തൊട്ട് കിടക്കണ മാതിരി അങ്ങനെ പോണത് സ്വർഗത്തിൽ അങ്ങനെയാണ് പോകുക എന്ന് ഞാൻ നബി പറഞ്ഞ് കേട്ടിക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് എല്ലാവരും മദീനയിലാകെ പാട്ടായി. കാരണം ഓല മനസ്സ് പറഞ്ഞ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളെ വരിയല്ല. അബ്ദുറഹ്മാൻ ഔഫിൻ്റെ ചെവിയിലും ഈ സംഭവം എത്തി. അതേ നേരെ വന്ന് ഉമ്മനോട് ചോദിച്ചു, ആയിഷയോട് ചോദിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ നബി പറഞ്ഞ് കേട്ടുക്കണം, ഞാൻ കേട്ടിരിക്കുന്നു. എന്നാലേ എല്ലാവരും പോണമായി എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. ആ 700 ഒട്ടകങ്ങളുമായി വഹിക്കുന്ന ചിക്കോളി ഇതാ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക്. നമ്മൾ 700 കൊടുക്കണ്ട, ഒരൊറ്റ ചരക്ക്, ഒരൊറ്റ ലോറി നമ്മൾ കൊടുക്കൂല. നമ്മൾ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, കൊടുക്കൂല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഭാര്യമാരെ വരെ ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെയാണ് കുടുങ്ങിയാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നല്ലാതെ വേറെ കൊടുക്കണമെത്തി നമ്മൾ എന്തില്ല വെച്ചിട്ടുണ്ടില്ല, അവസാനിപ്പിക്കുകയാണ്. ഇനി സ്വയം പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വെച്ചാൽ പ്രയാസം അനുഭവിക്കാനും പാടില്ല. അതിന് നമുക്ക് മാതൃക സഹാബത്തിലാണ്. സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആല കൂഫയിലെ ഗവർണറാക്കി പറഞ്ഞയച്ചു. പക്ഷേ സയ്യിദിനെ കുറിച്ച് അവർക്കൊരു പരാതി, നിസ്കരിക്കാനും പോലും അറിയില്ല. ആര്? സ്വർഗത്തിലാണെന്ന് നബി പറഞ്ഞ സയ്യിദ് നിസ്കരിക്കാൻ അറിയില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത്, സയ്യിദ് റളിയല്ലാഹു നിസ്കരിക്കുമ്പോഴേ അസ്ർ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ 2 റക്അത്തിൽ കുറച്ച് ദീർഘിപ്പിക്കും, അവസാനത്തെ 2 റക്അത്താണെങ്കിലോ കുറച്ച് ചുരുക്കും. അങ്ങനെ തന്നെ വേണ്ട അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കി എന്താ വെച്ചാൽ എല്ലാം ഒരേ മാതിരിയാണെന്നാണ്. എനിക്ക് ദീൻ അറിയില്ല. പക്ഷെ ഓരെന്താ വെച്ചാൽ ഓർക്ക് ഇയാൾക്ക് അറിയില്ല എന്നാണ് ഓല് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഉമർ റളിയല്ലാഹു തആല ഒരാളെ കേട്ടാൽ എന്താ ചെയ്യാറ്? നിങ്ങൾ ഒരാളെ കുറിച്ച് പരാതി കേട്ടിട്ടുണ്ടെങ്കിൽ അയാളെയും വിളിക്കും, ആൾക്കാരെയും വിളിക്കും, പരസ്യ വിചാരണയാണ്. ഉമർ വിളിച്ചു സയ്യിദ് ബിൻ അബി വഖാസിനെ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സയ്യിദ് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പോലും അറിയില്ല എന്നാണ് അവർ പറയണമെന്നാണ്. ശരി. അപ്പോൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഈ സയ്യിദിനെ കുറിച്ചുള്ള പരാതി പറയാൻ എന്താണ്? ഉമർ റളിയല്ലാഹു എല്ലാ ബഗ്ദാദിലെ എല്ലാ പള്ളിയിലേക്കും ആളെ വിട്ടു. എല്ലാ പള്ളിയിൽ നിന്ന് പറഞ്ഞ സയ്യിദിനോട് കുഴപ്പമില്ല. പക്ഷേ കൂട്ടത്തിൽ ഒരാൾ ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ നീച്ചു ഒരാളാകാന്ന് അറിയുന്നത്. ഇയാൾ ആളാകാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് 3 പരാതി പറയാനുള്ളത്. ഒന്ന്, അദ്ദേഹം ഞങ്ങളെ കൂടെ യുദ്ധത്തിന് വരാറില്ല. രണ്ടാമത്തെ, അദ്ദേഹം യുദ്ധാർജിത മുതൽ ഓരിവെക്കുമ്പോൾ അത് കൃത്യമായി ഓഹരി വെക്കാറില്ല. മൂന്നാമത്തത്, അദ്ദേഹം ഒരു വിധി വിധിക്കുകയാണെങ്കിൽ ആ വിധിയിൽ നീതിപൂർവ്വം അദ്ദേഹം ചെയ്യാറില്ല. മഹാനായ സയ്യിദ് റളിയല്ലാഹുവിൻ്റെ മനസ്സൊന്ന് പടച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ഇൻകാന അബ്ദുക കാദിബൻ കാമരിഅൻ വസുമത്തൻ ഫതിൽ ഉംറ വാതിൽ ഫഖറ ബഅദിൽ ഫിത്തനി. അല്ലാഹു നിൻ്റെ ഈ അടിമ എന്നെക്കുറിച്ച് പറഞ്ഞ കളവാണെങ്കിൽ അദ്ദേഹം ഒരു എന്താ പറയുക ലോകമാന്യനാകാൻ വേണ്ടി ശ്രമിച്ചതാണെങ്കിൽ അദ്ദേഹം
ദീർഘായുസ് കൊടുക്കണേ. നമ്മളെന്താ പറയുക, ഓനെ മരിപ്പിക്കുന്നല്ലേ, ഇയാൾ പറയുന്നത് നേരെ ദീർഘായുസ് കൊടുക്കുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം അധികരിപ്പിക്കണേ, കുഴപ്പത്തിലാക്കണേ എന്നാണ്. അള്ളാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുകയുണ്ടായി. ഇത്തഖീ ദഅവത്തൽ മദ്ലൂം, പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നിങ്ങൾ കരുതണം. കാരണം എന്താണ്, ആ പ്രാർത്ഥനയ്ക്കും രക്ഷിതാവിനും യാതൊരു മറയുമില്ല. അള്ളാഹു തആല ഈ പ്രാർത്ഥന സ്വീകരിച്ചു. ഇയാളുടെ ഒരുപാട് കാലം ജീവിച്ചു. എത്ര കാലിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ പ്രായാധിക്യം കാരണത്താൽ കണ്ണിൻ്റെ പുരിക അങ്ങനെ നിരത്തിട്ടിരുന്നു. ചരിത്രം രേഖപ്പെടുത്തുക. പിന്നെ ബുഖാരിയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇബ്നു ഹജറാക്ക് പറയുന്നത്. നിങ്ങളുടെ ആയത്തിനെ ഈ നടക്കുന്ന പെൺകുട്ടികളെ അങ്ങനെ കാലോട് തൊട്ടുന്നാണ്. അപ്പോൾ അവർ പറയത്ര ഷെയ്ഖുൻ മഫ്തൂനുൻ, ഞാനൊരു പരീക്ഷണത്തിന് വിധേയനായ ഒരു പ്രായമുള്ളയാളാണ്. എനിക്ക് അസാബത്തിന് ഇതാവത്തെ സയ്യിദിൻ്റെ പ്രാർത്ഥന എനിക്ക് പറ്റിയതെന്നാണ്. അതായത് നമ്മളൊരാളെ വിഷമിപ്പിച്ചാൽ ആ പ്രാർത്ഥന നമുക്ക് പറ്റുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഒന്നും പറയേണ്ട ഒരുപാട് സമയമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ അദ്ദേഹം അതിനൊക്കെ മറുപടികൾ അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ വേറെ സംഭവം, പിന്നെ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അവരുടെ ഞാൻ നേരത്തെ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ഈ ഉത്തരേന്ത്യക്കാർ പറഞ്ഞ നിങ്ങൾ ആ കാസറ്റ് കേട്ടാൽ മതി. പിന്നെ ഈ ഉത്തരേന്ത്യക്കാർ ക്ലാസ്സിന് പോയാലും ഉറങ്ങുന്നതാണ്, പെരും ഉറക്കമുറങ്ങുമല്ലോ. അപ്പോൾ ഓനെ വിളിച്ചു നോക്കിയാൽ പറയില്ല കാസറ്റ് മിലേക്കാം, കാസറ്റ് കിട്ടും പറഞ്ഞ മാതിരി നിങ്ങൾ ആ കാസറ്റ് കേട്ടാൽ മതി. അല്ലാതെ ഇപ്പോൾ എല്ലാം കൂടി ഒന്നും പറയാൻ എനിക്ക് കഴിയില്ല. ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കാലത്ത് നമ്മൾ വലിയ പരീക്ഷണം ഉണ്ടായിരുന്നു. എന്താ പറയുക, ഈ ഖുർആൻ കലാമാണോ അതല്ല അള്ളാഹിൻ്റെ സൃഷ്ടിയാണോ പറഞ്ഞ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സംഭവം അത് മുഖേന ഒരുപാട് പ്രയാസങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഇമാം മുഹമ്മദിനെ ഇബ്നു അബി ദുആബ് അദ്വലി അദ്ദേഹം ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇമാം മുഹമ്മദ് അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഉദലമിനി, പടച്ചോനെ ഇയാളിനെ ഉപദ്രവിക്കുകയുണ്ടായി, എനിക്കൊരു സഹായിയായിക്കൊണ്ട് നീ അല്ലാതെ മറ്റവരും തന്നെയില്ല. അതിനാൽ അള്ളാഹു നീ അവനെ പിന്നെ ഒരു പരീക്ഷണം കൊടുക്കണേ റബ്ബേ, ഒരു ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ട് കൊടുക്കണേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങോട്ട് അദ്ദേഹം പറയാറുണ്ട്. എനിക്ക് ഇമാം മുഹമ്മദിൻ്റെ പ്രാർത്ഥനകളെ പറ്റി, അതെന്താ ശരീരത്തിൽ വെച്ചാൽ പാരാലിസിസ് എന്ന് പറഞ്ഞ രോഗം പറ്റിയത്, പാരാലിസിസ് ഒരു ഭാഗം കുഴഞ്ഞു പോകും. അത് ഞാൻ പറയാമെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തോടെ ഈച്ച ഇരുന്നാൽ ഒരു മല എൻ്റെ മേൽ വീണ പോലെയാണ്. മറുഭാഗത്താണെങ്കിലോ ഒരു കത്രിക കൊണ്ട് മുറിച്ചെടുത്താൽ എനിക്കറിയില്ല. അസാബത്തിന് ഈ ദേവത്തിൽ ഇമാം മുഹമ്മദ് മാലി വലിയ ഇമാം മുഹമ്മദിൻ്റെ പ്രാർത്ഥനയാണ് എനിക്ക് പറ്റിയത്. ഞാനും ഇമാം മുഹമ്മദ് ഇവിടെ കിടക്കണമെന്നാണ്. പണ്ഡിതന്മാരെ അരച്ച് തിന്നാൻ പാടില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീയ അവർ ചെയ്യുന്നതിന് അവർ മറുപടി പറഞ്ഞോളൂ. ആരതും പണ്ഡിതന്മാരൊന്നും അല്ല ആരതും ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മാത്രമല്ല ഈ യാഥാർത്ഥ്യം അറിയാൻ ചിലപ്പോൾ നമ്മൾ വിമർശിക്കാനും പോകാൻ പാടില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ഇബ്നു ആമിറിനെ ഇറാഖിലെ ഹിംസിൽ ഗവർണറാക്കി. എന്താ ഹിംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് തന്നെ കുവൈഫാന്നാണ്, ചെറിയ കൂഫാന്നാണ്. കൂഫക്കാരെ സ്വഭാവം അന്നും ഉണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. നബി മദീനയിൽ എന്ന് പറഞ്ഞില്ലേ, കുഴപ്പം മുഴുവൻ ഇവിടുന്നാണ്, അവിടുന്നാണ്. എവിടെയാണ് ഈ അവിടെ പറഞ്ഞാൽ എവിടെയാണ്? കൂഫയാണ്, ഇറാഖാണ്. അവിടെ അന്നേ ഫിത്തനയാണ്, പിന്നെയും ഫിത്തനയാണ്, ഇനി ലാഗാവസ്ഥാനം വരെ അവിടെ ഫിത്തന ഉണ്ടാകുന്നു. അത് മുത്തനബിൻ്റെ വാക്കാണ്. പിശാച്ചിൻ്റെ കൊമ്പും കുളക്കുന്ന അവിടെ നിന്നാണ്, ഇറാഖിൻ്റെ ഭാഗമാണ്. നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല, അതാ ഫിത്തനകൾ അവിടെ നിന്നാണ്. അപ്പോൾ ആ അടുക്കളാക്കിയത് ഈ സയ്യിദ് ഇബ്നു ആമിറിനെ പറ്റി അവർക്ക് പരാതി. ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു തആല അൻഹു ആളെ വിടുകയുണ്ടായി. ആ പരാതി അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്താണ് പരാതി, എന്താണ് അവർ ചോദിച്ചു. അവർ പറഞ്ഞു, ഇയാളെ ഞങ്ങളെ പക്കലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചിങ്ങനെ ചൂട് വരണം, എന്നാലേ മൂപ്പര് ഞങ്ങൾ എത്തി വരുള്ളൂ. രണ്ടാമത്തെ പരാതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ തന്നെ രാത്രി ഞങ്ങൾക്ക് മുമ്പേ കിട്ടണില്ല, ഞങ്ങളെ പ്രശ്നം പറയാൻ കിട്ടണില്ല. മൂന്നാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിൽ 2 ദിവസം ഉണ്ട് അദ്ദേഹത്തിന്, 2 ദിവസം ഞങ്ങളെ കാണാനും കിട്ടില്ല. നാലാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അയാളെ തന്ത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, പക്ഷേ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങളെ കാര്യം പറയാൻ സാധിക്കണില്ല എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു പരസ്യമായി ചോദിച്ചു, എന്താ ഇതിൻ്റെ മറുപടി എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമീർ മുഅ്മിനീൻ ഞങ്ങളത് പറയാൻ വിചാരിച്ചതല്ല, പക്ഷെ ഞങ്ങൾ പരസ്യമായി ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഒന്നാമത്തെ എന്താണ് അവരെന്നെ പറ്റി പറഞ്ഞത്, എന്താണ്, ഞാൻ പിന്നെ വെയിലുച്ചതിന് ശേഷം മാത്രമാണ് ചെല്ലുക എന്നുള്ളതല്ലേ. അതിൻ്റെ മറുപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഗവർണറാണ് ശരിയാണ്, പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ ജോലിക്കാരനില്ല. ഞാൻ രാവിലെ സുബൈക്ക് പള്ളി പോകുന്നതിന് മുമ്പായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കാനുള്ള പിന്നെ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ കുഴച്ച് വെക്കും. ഞാൻ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാനത് എന്ത് ചെയ്യും, വന്നിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വരാറുള്ളത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല ഭൂമിയിലേക്ക് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, യാ റബ്ബി ലക്കൽ ഹംദ്, നിനക്കാണ് സർവ്വസ്തുതി. അതിന് മുമ്പ് ഉമർ പ്രാർത്ഥിക്കുകയായിരുന്നു, പഠിച്ചവനെ ഈ ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ നിശ്ചയിച്ചൊരു ഭരണാധികാരിയുടെ മേൽ നീ എന്നെ വഷളാക്കല്ലേ റബ്ബേ എന്ന്. രണ്ടാമതായി ചോദിച്ചതിന് എന്താ മറുപടി, രണ്ടാമത്തെ പ്രശ്നത്തിന് എന്താ മറുപടി, എന്താണ്, രാത്രി കിട്ടുന്നില്ലല്ലേ? അദ്ദേഹം പറഞ്ഞു,
ശരിയാണ്, അത് ഞാൻ മറുപടി പറയാൻ വിചാരിച്ചതല്ല. പക്ഷേ രാത്രി പകൽ സമയം ഞാൻ ഇവർക്ക് കൊടുത്തു. രാത്രി എൻ്റെ റബ്ബിനുമാണ്, ഗവർണറാണ്. രാത്രി ഞാൻ കൊടുത്തതിൻ്റെ രക്ഷിതാവിനാണ്, അതുകൊണ്ട് ഞാൻ വരാറില്ല. എന്നാൽ മൂന്നാമത്തിന് എന്താ മറുപടി എന്താണ്? മൂന്നാമത്തെ എന്താ പരാതി എന്താണ്? മാസത്തിൽ 2 ദിവസം കിട്ടണില്ല എന്നുള്ളതാണ്. അതതിൻ്റെ മറുപടി എന്താ വെച്ചാൽ ഞാൻ പറയാൻ വിചാരിച്ചതല്ല. അമീർ മുഅ്മിനീൻ, എനിക്കുള്ള ശരീരത്തിൽ ഞാൻ ധരിച്ച ഈ വസ്ത്രം മാത്രമാണ് എനിക്കുള്ളത്. രണ്ടാമത്തൊരു ജോഡി വസ്ത്രം എനിക്കില്ല. ഞാൻ ആ വസ്ത്രം അരക്കാറുള്ളത് മാസത്തിൽ 2 പ്രാവശ്യമാണ്. ആ മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ അരക്കുമ്പോഴേ അവർക്ക് പകലിൽ ചെല്ലാൻ കഴിയില്ല. ഈ ചരിത്രത്തിന് സമാനമായ ചരിത്രം മുജാഹിദുകളായതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എടവണ്ണയ്യ അരിവോലിയെ കുറിച്ച് വിട്ടു നിങ്ങൾ ആരരിവോലി പറയും? നിങ്ങൾ പുതിയ സമൂഹത്തിന് ആ ചരിത്രം വിളിച്ചു കൊടുക്കണം. ഞാൻ ഈ സ്വഹാബത്തിൻ്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച് മുജാഹിദായ ഒരാളാണ്. മീൻബാപ്പി മുജാഹിദായല്ലേ. അതുകൊണ്ട് ഞാൻ ചരിത്രം അങ്ങനെ താരതമ്യം ഇവിടെ നടത്തുന്നുണ്ട്. സ്വഹാബത്തിൻ്റെ ചരിത്രത്തിന് തുല്യമായ ചരിത്രം കണ്ട് ഞാൻ മുജാഹിദ് നേതാക്കന്മാരിലാണ്. ജമാഅത്ത് ഇസ്ലാമിൽ ഞാൻ കണ്ടിട്ടില്ല, മോലിയാക്കന്മാർ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ചരിത്രം സമാനത കണ്ടത് സ്വഹാബത്തിന് ഈ മുജാഹിദ് പണ്ഡിതന്മാരില്ല. എടവണ്ണയ്യ അലിമി മൗലവി, എടവണ്ണയിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ചെറിയോളുണ്ട്, ചെറിയ കുളം. ആ ചെറിയോളത്തിലാണ് മൂപ്പരെന്തെങ്കിലും ചെള്ളി കുളിക്കാൻ വരുന്നത്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അദ്ദേഹം നീന്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൾക്ക് അദ്ദേഹത്തിന് ഭയങ്കര ബഹുമാനമാണ്. ഞാൻ അരിവോലിനെ കണ്ടിട്ടില്ല, പക്ഷേ AP പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോട് വലിയ ഭയങ്കര ആദരവോട് കൂടിയിട്ടാണ് AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തെ ഓർക്കാറുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ APൻ്റെ കണ്ണിൽ നിന്ന് കണ്ണ് നിൽക്കാൻ നോക്കി ഞാൻ കണ്ടിട്ടുണ്ട്. APൻ്റെ അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ആദരവ് കാരണത്താൽ ഈ കുട്ടികൾ കുളിക്കാൻ വരും അങ്ങനെ നന്ദി കളിക്കണമെന്നാണ്. എന്താ സംഭവം എന്ന് പറയുന്നത്? അരുവി മൗലവിക്ക് ആകെ ഒരു തുണിയാണുള്ളത്. ആ തുണി ഉണങ്ങാനിട്ടേക്കുക. ഉണങ്ങിയിട്ടാണ് മുപ്പൊരു കുടി കച്ച് കയറാം. നിങ്ങൾ പറ, ഏതെങ്കിലും ഒരു നേതാക്കളുടെ ചരിത്രത്തിൽ ഇങ്ങനെ കാണുമെന്നുള്ളത്? ഞാൻ പുളിക്കല്ലാണ് 10-23 കൊല്ലം കുത്തു പറയും. പുള്ളിക്കാരുണ്ട് അവിടെ. പിന്നെ എവിടെ ചെന്നാലും പുള്ളിക്കാർ വിടലില്ല. ഞാൻ പുളിക്കൽ മദീനത്തുൽ ഉലൂമിലെ ഹോസ്റ്റലിലെ ഒരു ചരിത്രമുണ്ട്. എന്താ നിങ്ങൾ കീറിയ ബനിയനുണ്ടെങ്കിൽ പറയും അതിൻ്റെത് MCC കൊടുത്തതാണ്. MC അബ്ദുറഹ്മാൻ മൗലവിക്ക് ഈ ബനിയൻ കൊടുക്കുന്ന പ്രത്യേകത ഉണ്ടല്ലോ. അതെന്താണ്? ഒരു പ്രത്യേകമായ ഓട്ടയക്കാരിലുണ്ടാവുക. നിങ്ങൾ ബനിയനൊന്നും ഇടലില്ല. നിങ്ങളെന്താ അറിയാത്തമായിരിക്കണം? എന്താ നിങ്ങൾക്കൊക്കെ പറഞ്ഞൊരു മോശക്കാരല്ലേ? എനിക്കൊരു മോശമൊന്നുമില്ല. അപ്പോൾ ഈ പ്രത്യേകമായ ഒരു ഓട്ടയാണ് അതിനുണ്ടാവുക. അപ്പോൾ അതിങ്ങനെ കണ്ട കീറിയുടെ കുട്ടികൾ തമ്മിൽ പറഞ്ഞ വാക്കാണ്. എൻ്റെ MCC കൊടുത്തളാണ്. MC അബ്ദുറഹ്മാൻ മൗലവിൻ്റെ ബനിയൻ്റെ കോലം അതാണ്. മനസ്സിലായി? നിങ്ങൾക്ക് കേട്ടിട്ട് ചെറിയ ലെവലിക്ക് കരച്ചിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വസ്ത്രമില്ലാത്തതിൻ്റെ ചരിത്രം. നിങ്ങൾ പറ, സ്വഹാബത്തിന് 1-2 പേരല്ലേ? ഞാൻ ഈ നിന്ന നിപ്പിൽ 10ഓളം സ്വഹാബത്തിൻ്റെ പേര് ഞാൻ പറയും. ഒരൊറ്റ വസ്ത്രം കൊണ്ട് മാത്രം കഫൻ ചെയ്യപ്പെട്ട ആൾക്കാർ. എന്തേ നിങ്ങൾ മുസാബിനെ കേട്ടിട്ടില്ലേ? തലമറച്ചാൽ കാല് പുറത്താ, കാല് മറച്ചാൽ തല പുറത്താ. എന്തേ ചരിത്രം എന്താണ്? ഒരു പുതപ്പിൻ്റെ കഷ്ണം അതിനെ ഔറത്ത് മറയാൻ വേണ്ടി മാത്രം. എങ്ങനെ ഹംസർലോനെ മറവ് ചെയ്ത് എങ്ങനെയാണ്? ഒറ്റ തുണിയിലാണ്. എത്ര ചരിത്രങ്ങളാണുള്ളത്? ഞമ്മക്കൊക്കെ എന്താണെങ്കിലും നിങ്ങൾ 3 കഷ്ണം തുണിയിൽ കഫൻ ചെയ്യപ്പെടാത്ത ഒരൊറ്റ നാട്ടുകാരനെ നോർത്താണ്. ഒരാളെ ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. ഒരാളെപ്പോലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് എത്ര ഇല്ലാത്തവരാണെങ്കിലും എന്തുണ്ട്? കഫൻ ചെയ്യാൻ 3 കഷ്ണം തുണി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ആ സ്വഹാബത്തിന് ഉണ്ടായിട്ടില്ല. ഒരൊറ്റ തുണിയിൽ പോലും അല്ലേ? അങ്ങനെ പോലും ഉണ്ടായിട്ടുണ്ട്. നബി പറഞ്ഞെന്താ? നിങ്ങൾ സഫിയ വന്നിട്ട് ഹംസനെ കാണുന്നുള്ളത് കൊണ്ടാണ്. കാരണം ആങ്ങളി പെങ്ങളാണ്. ഇല്ലാണ്ടെങ്കിൽ ഞാൻ ഹംസയെ കൊണ്ടുപോയി പുറത്തിട്ട് പോലും ഞാൻ എവിടെ? മരുഭൂമിയിൽ. അദ്ദേഹത്തിൻ്റെ ശരീരം പക്ഷികളും വന്യമൃഗങ്ങളും കഴിച്ചു കൊണ്ടുപോകട്ടെ. നാളെ പരലോകത്തിൽ ആ പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും ശരീരത്തിൽ വയറ്റിൽ നിന്ന് അദ്ദേഹം പുനർജീവിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. അപ്പം എന്തുണ്ടാകുക? ഒരു വസ്ത്രം പോലും ഉണ്ടാകില്ല. അതാ സഹാബി ചരിത്രം. അതാണ് എൻ്റെ നിസ്വാസല്ലമ്മ റുക്കൂയിലേക്ക് പെണ്ണുങ്ങളെ ബാക്കിലാണ് നിസ്കരിക്കുക. നമ്മളെ പോലെ മറല്ലല്ലോ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ. മറൻ്റെ ആവശ്യമില്ല, ഈമാൻ്റെ മറയാണുള്ളത്. അപ്പോൾ നിസ്വലം പറഞ്ഞില്ലേ സ്ത്രീകളോട്, നിങ്ങൾ സഹാബാക്കളായത് ആണുങ്ങൾ ശരിക്കും റുക്കൂന്ന് എണീറ്റാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റുക്കൂന്ന് എണീക്കാൻ പാടുള്ളൂ, പൊളിവെക്കാൻ പാടില്ല. എന്താ കാരണം? എന്താ? ഔറത്ത് കാണുന്നതുകൊണ്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ റുക്കൂയിലേക്ക് പോകുമ്പോൾ ഔറത്ത് കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ വസ്ത്രത്തിന് വലിപ്പത്തരിക. പറങ്ങൾ നിങ്ങൾക്ക് എത്ര കൂട്ടം വസ്ത്രങ്ങളുണ്ട്? നിങ്ങൾ ഏതെങ്കിലും വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ഔറത്ത് കാണുമോ? ഇന്നത്തെ കുട്ടികളത് കാണും കേട്ടോ. ഞാൻ കണ്ടു മദീനത്തപ്പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ടൗസറിട്ട് നിൽക്കരിച്ചോണ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളഞ്ഞ എന്തൊക്കെ കാണാനുണ്ട് കാര്യങ്ങൾ? അത് വേറെ അത് വേറെ നമ്മൾ പലതും കാണേണ്ടി വരും. എന്തിനധികം നമ്മൾ ഈ കാണുന്ന കഅബല്ലേ, ആ കഅബയുടെ കഅബയുടെ കല്ലുകളെ ഓരോരോന്നിങ്ങനെ പൊടിച്ചു പോരും. ഞാൻ പറഞ്ഞു കാണും എന്നെ പിടിച്ചാൽ നിൽക്കണം. അതൊക്കെ യമനൽ അടയാള സംഭവിക്കും. നായമൂത്രം വയ്ക്കും, അതിനെ കാലുയർത്തിക്കൊണ്ട് മൂത്രം വയ്ക്കും കഅബൻ്റെ കില്ലം വെക്കും. കാരണം അന്ന് ആരും ഉണ്ടാവില്ല, മുഅ്മിനീങ്ങൾ അറിയാം. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്ന നമ്മളെ കാലത്ത് സംഭവിക്കാണ്ടിരിക്കട്ടെ.
നമ്മളൊക്കെ ആഗ്രഹം എന്താ ഈ നമ്മളൊക്കെ പറയുമ്പോൾ വെച്ചാൽ ആ ഖിയാമത്ത് വരെ ജീവിച്ചിരിക്കണം ചിലപ്പോൾ പൂതിയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ അവസാനം മരിക്കണം നമ്മളാകണം എന്നുള്ളത് അതിന് ആരും ആഗ്രഹിക്കേണ്ട. അവസാനം മരിക്കുന്ന ഒരു തുരുമ്പ് പോലും ഈമാൻ ഉണ്ടാവില്ല. അവസാനം ജീവിച്ചിരിക്കുന്നവരാണ് ഏറ്റവും മോശം എന്നാണ്. അപ്പം അതിൻ്റെ മുന്നേ ഈമാനുള്ളവരുണ്ടാവില്ലേ? അതിൻ്റെ മുന്നേ ഈമാനുള്ളവർക്കൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാറ്റിങ്ങനെ വരുന്നതാണ്. അല്പമെങ്കിലും ഈമാനുള്ളവൻ ആ കാറ്റ് ബാധിക്കും, ഓൻ ആ കാറ്റിട്ട് വീഴും, മരിക്കും. പിന്നെ ബാക്കിയാരാണ്? ചപ്പ് ചവറുകളാണ്. അവരിൽ ഖിയാമത്ത് സംഭവിക്കുക. അവസാനത്തെ രണ്ടാൾക്കാർ എവിടെയാണ് ഉണ്ടാകുക? നിങ്ങൾ മദീനയിലാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ഒരു പാമ്പതിൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്ന പോലെ ഈമാൻ മദീനയിലേക്ക് അവസാനം ഈമാൻ ഉണ്ടാകുക മദീനയിലാണ്. അപ്പോൾ അദ്ദേഹം പറയണം എന്തില്ല, പിന്നെ എനിക്ക് ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ, അതുകൊണ്ട് വേറെ വസ്ത്രങ്ങളില്ല, ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം അലക്കലുണ്ട്. പിന്നെ പിന്നെന്നാ നാലാമത്തിന് എന്താ മറുപടി എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയം ഉണ്ടാവുന്നല്ലേ? അതെ, അത് ശരി തന്നെയാണ് പറയണത്. ഞാൻ കൽപ്പിച്ചുകൊണ്ടുണ്ടാക്കിയത് എന്താ വെച്ചല്ലേ, ഞാൻ കഅബാലയത്തിൻ്റെ ഓരത്തിൽ ഇരിക്കുക മുസ്ലിം ആകണിന് മുമ്പ് അന്ന് ഹുബൈബ് റളിയല്ലാഹു കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഹുബൈബിനെ അങ്ങനെ അവിടെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഹുബൈബ്, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടോളാം എന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ സ്ഥാനത്തല്ല, ഞാനിങ്ങനെ പിന്നെ ഒരു കുഴപ്പമില്ല നടക്കുക, എൻ്റെ ഹബീബിന് മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എനിക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു, നിങ്ങൾ കൊല്ലരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കൊല്ലുമായിരുന്നില്ല. പക്ഷേ ഞാൻ തടഞ്ഞില്ല. ഞാനത് ഓർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ബോധക്ഷയം സംഭവിക്കും. എനിക്ക് അങ്ങനെയാണ് പറ്റിയതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിജസ്ഥിതി അറിയാതെ, യാഥാർത്ഥ്യം അറിയാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെയും നമ്മൾ ആക്ഷേപിക്കാനും പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സംഭവം പറഞ്ഞത്. അവസാനിപ്പിക്കാം. ക്ഷമയിലും നമുക്ക് മാതൃക സഹാബാക്കളിലാണ്. അതേപോലെ തന്നെ വന്ന വഴികൾ നമ്മൾ മറക്കരുത്. അല്ലേ? അള്ളാഹു റസൂൽ പറഞ്ഞൊരു കഥയല്ലേ, ഒരു വെള്ളപ്പാണ്ടുകാരൻ്റെയും ഒരു കഷണ്ടിയുടെയും ഒരു അന്ധൻ്റെയും. അറിയില്ലേ? അറിയെങ്കിൽ അറിയുന്നതാണ്, ഇല്ലെങ്കിൽ ഇല്ല അറിയും. ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതല്ല. അറിയില്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിക്കാണോ? അറിയാൻ എനിക്ക് നിർത്താനോ വേണ്ടിയാണ്. അറിയില്ല എന്നാ പറഞ്ഞാൽ പോലെ എത്ര അതിനും വേണം, രണ്ടിൻ്റെ അതിനും പോയില്ലേ. ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി മരിക്കുകയുണ്ടായി. ഒരു വെള്ളപ്പാണ്ടുകാരൻ്റെ അടുക്കലേക്ക് വെള്ളപ്പാണ്ടുകാരൻ്റെ കുലത്തിൽ ചെന്ന്, പിന്നെ ഒരു വെള്ളപ്പാണ്ടുകാരൻ്റെ അടുക്ക് ഒരു മലക്ക് ചെന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഔപരാണ് കണ്ട് ഞങ്ങൾ ആകെ പുള്ളിയും കുത്തുവാണ്, എൻ്റെ ശരീരം നന്നായി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അള്ളാൻ്റെ കൽപ്പന പ്രകാരം ഈ മലക്ക് അദ്ദേഹം തടവി അദ്ദേഹം നല്ല തൊലിയുള്ളവനായി മാറി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് ഏതാണ്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒട്ടകത്തിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഒട്ടകത്തിനെയും കൊടുത്തു, അത് ബർക്കത്ത് ചെയ്യട്ടെ പറഞ്ഞാണ് പോയി. അങ്ങനെ രണ്ടാമതൊരു കഷണ്ടിയുടെ അടുക്കിലേക്ക് ചെന്നു. കഷണ്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇതാ കണ്ടില്ലേ, പിന്നെ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കളിയാക്കുകയാണ്, എനിക്കൊരു നല്ല മുടി ഇട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാൻ്റെ സമ്മതപ്രകാരം തടവി നല്ല മുടി കൊടുത്ത്, നിങ്ങൾക്ക് എന്താ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താ വെച്ച് പശുവിനെയാണ്. ഒരു പശുവിനെയും കൊടുത്ത് ബർക്കത്ത് ചെയ്യട്ടെ പറഞ്ഞാണ് പ്രാർത്ഥിച്ചു. ബർക്കത്തും കിട്ടു വന്നു. ആകെ പശു പെറ്റുവരുകി, മറ്റേ ഒട്ടകമൊക്കെ പെറ്റുവരുകി, അങ്ങനെ അങ്ങോട്ടായി. മൂന്നാമത്തെ അന്തിൻ്റെ അടുക്കൽ ചെന്നു. അന്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? എനിക്കൊന്ന് കാണണം, എൻ്റെ മക്കളെ കാണണം, നാട് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണ് തടവി, കണ്ണ് വായിച്ച കണ്ടു. പിന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്ക് ആടുകളാണ് ഇഷ്ടം എന്നാണ്. അങ്ങനെ ആടിനെയും കൊടുത്തു. ബർക്കത്ത് ചെയ്യട്ടെ പറഞ്ഞു. അങ്ങോട്ട് പെറ്റുവരുകി. പണ്ടത്തെ വെള്ളപ്പാണ്ടുകാരൻ്റെ എത്ര പേര് പിന്നെ മാറിയാലും പിന്നെ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് പണ്ടൊരു വിളിച്ചു. ആ പേര് മാറ്റാൻ വേണ്ടി മീറ്റിംഗ് കൊണ്ടൊരു ചരിത്രമുണ്ട്. ആൾക്കാർ മോശമായ പേര് വിളിക്കുമല്ലോ. എന്നിട്ട് ആ പേര് മാറ്റാൻ വേണ്ടി കൊണ്ടൊരു നാട്ടിലൊരു മീറ്റിംഗ് വിളിച്ചു. ഞാൻ പേര് വിളിക്കരുത് കിട്ടാറുണ്ട്. ആയിക്കോട്ടെ പറഞ്ഞു. ചോറ് കൊടുത്തുകൊണ്ട് പിന്നിട്ടുള്ളിൽ സലാം പറഞ്ഞ് പോകാൻ നേരത്തെ ആ പേര് വിളിച്ചോണ്ട് എന്നാണ് പറഞ്ഞിട്ടോ കഴിഞ്ഞില്ലേ. ആ പേര് ഞാൻ പറഞ്ഞാൽ ഇവിടെ ആ നാട്ടുകാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമാണ്. ആ പഴയ പേര് ഒഴിവാക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ചോറ് കൊടുത്താൽ തിന്നിറങ്ങിയപ്പോൾ പല്ല് കുത്തിക്കാണ്ട് ആ പേര് പറഞ്ഞാണ്ട് ഇറങ്ങിപ്പോയി. പിന്നെന്താ ഉണ്ടാകുക? അപ്പോൾ അതേമാതിരി ആ വെള്ളപ്പാണ്ടുകാരൻ്റെ അടുക്കിലേക്ക് വെള്ളപ്പാണ്ടുകാരനായിക്കാണ്ട് നേരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മലക്ക് ചെല്ലുകയാണ് കേട്ടോ. മലക്ക ചെല്ലണത്. അപ്പോൾ വെള്ളപ്പാണ്ടുകാരനെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് വെറുപ്പ്. അങ്ങനെയാണല്ലോ ഈ ബസ്സിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടു, നിങ്ങൾ ഒരു യാചകനെ മറ്റൊരു യാചകനെ കൊണ്ടുപോകുക. അത് ഞങ്ങളെ മൂല്യന്മാരെ സ്വഭാവമാണ്. ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റില്ലല്ലോ, നമ്മളല്ല. ഒരു മൂലയ്ക്ക് മറ്റേ മൂലയിൽ ഇഷ്ടമല്ല. ഒരു മൂല വൈകാട് വരികയാണെങ്കിൽ ഞങ്ങൾ ഇതിലൂടെ പോകും. അത്രയും ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അതായത് ഒരു പ്രയാസം വേണ്ട അരിച്ചിട്ടാണ്, അത്രയും സ്നേഹമാണ് ഞങ്ങൾ. അതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ ഈ വെള്ളപ്പാണ്ടേരെ മറ്റേ വെള്ളപ്പാണ്ടേരെ കണ്ടപ്പോൾ തന്നെ പയതൊക്കെ ഓർമ്മയാണ്. അപ്പോൾ ഒപ്പനിങ്ങനെ ഈറടിച്ച് നിൽക്കുക കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ട് ഈ വെള്ളപ്പാണ്ടേരൻ പറഞ്ഞു, ഞാനൊരു പാവമാണ്. ആ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താ വേണ്ടിയേ. നിങ്ങൾക്ക് ഇത്ര നല്ല തൊലി നൽകിയ റബ്ബ് അല്ലേ, ഞാനൊരു യാത്രക്കാരനാണ്. എനിക്ക് നിങ്ങളെ ഒട്ടക കൂട്ടത്തിൽ ഒരു ഒട്ടക കുട്ടിയെ തരികയാണെങ്കിൽ എനിക്ക് യാത്ര മുഴിപ്പിക്കാമായിരുന്നു, എനിക്ക് നിങ്ങൾ തരാൻ പറ്റുമോ? എന്താ പറഞ്ഞു? പടച്ചോ നൽകിയത് എനിക്കോ? എക്കത് വറത്തു കാബിരൻ. ഇതിൻ്റെ ബാപ്പന്മാരെ സ്വത്താണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതിൻ്റെ ബാപ്പന്മാർ ഞാൻ എടുത്തതാണ്. ആലോചിക്കുകയാണ്, ഇന്നൽ ഇൻസാൻ റബ്ബി ലക്കുനൂദ് എന്നുള്ള ആയത്തിറങ്ങുന്നത്. എവിടെ അള്ള പറഞ്ഞാൽ നിങ്ങൾ ഒരു കുതിരനെ പറ്റി പറഞ്ഞാണ്ടാണ് അല്ലേ. ഒരു കുതിര എങ്ങനെ വരികയാണ്? സ്പീഡ് കാരണത്താൽ അതിൻ്റെ
പിന്നെ കുളമ്പ് കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ പറഞ്ഞില്ലേ, എന്താ പറയുന്ന സ്വഭാവം ഇതെന്താണ്? അതായത് എനിക്ക് തന്നൊരു നായ കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ഭാഷയല്ലേ, അത് റബ്ബിന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അള്ള കുതിരനെ പറ്റി പറഞ്ഞത്. അതുകൊണ്ട് അള്ള പറഞ്ഞ എന്താണ്? മനുഷ്യനാണ് തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനെന്നാണ് അല്ലേ എൻ്റെ ഉദാഹരണം. അപ്പോൾ ഈ മലക്ക് പറഞ്ഞത്രേ, നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ പടച്ചോളെ പഴയ പോലത്തേക്ക് ആക്കട്ടെ. അത് നേരെ അങ്ങോട്ട് പോയി. രണ്ടാമത് മറ്റൊരിടത്തേക്ക് വന്ന് മറ്റേ നമ്മളെ പഴയ കസിൻ്റെ അടുക്കൽ കസൻ്റെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കസനെ കണ്ടപ്പോൾ തന്നെ മറ്റേക്ക് തോന്നി. അപ്പോൾ പിന്നെ എന്നിട്ട് ഞാനൊരു യാത്രക്കാരനാ, മനസ്സിലായി. നിങ്ങൾക്ക് എന്താ ഒരു പശു കുട്ടി തന്നെ എനിക്ക് എൻ്റെ യാത്ര ഒഴിപ്പിക്കാമായിരുന്നു. നിങ്ങൾക്ക് അത് അത്ര നല്ല മുടി എന്നിട്ടില്ലേ? അപ്പോൾ പടച്ചോൻ തന്നത്. അപ്പോൾ ഇയാളെ വർത്ത അതാണ് ഈ നന്ദികേട് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി മറക്കണം. നമ്മളൊക്കെ വന്നൊരു വഴിയുണ്ട്. ആദ്യമായി നാട്ടിൽ നിന്ന് ഉംറ അടിച്ചുകൊണ്ട് വന്ന് കയറിയില്ലേ, എന്നിട്ട് നമ്മൾ മറ്റവൻ്റെ റൂമിൽ നിന്നില്ലേ, 3-4 ദിവസം ജോലി ഇല്ലാതിരുന്നില്ലേ നമ്മൾ, എന്നിട്ട് അവൻ്റെ ഭക്ഷണത്തിന് നമ്മൾ ഭാഗഭാക്കാകില്ലേ. ആ ഓർമ്മയും വലിയ ജോലിയിലേക്കും വലിയ സ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പഴയത് ഓർമ്മ വരും നല്ലതാണ്. കാരണം അത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അവനോട് പറഞ്ഞു, ഞാൻ പിന്നെ നാളെ തന്നെ കളവ് പറയുകയാണെങ്കിൽ പഴയ രൂപത്തിലാക്കട്ടെ, പഴയ രൂപത്തിലായി. മൂന്നാമത്തെ ആളെ ചെന്ന് പണ്ടത്തെ അന്ധനാണ്. ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ഒട്ടകത്ത് തരികയാണെങ്കിൽ അല്ല ഒരു ആടുകുട്ടിയെ തരികയാണെങ്കിലും എനിക്കൊരു യാത്ര ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് മുയിവെടുത്തു പറഞ്ഞു. കാരണം നിങ്ങൾ കിട്ടണോ മലക്കുകൾക്ക് എവിടെയെങ്കിലും ആട്ടും കച്ചവടം ഇല്ലല്ലോ, ഇത് പരീക്ഷിക്കാൻ വേണ്ടി കണ്ടാണ്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കെന്ത് ചെയ്യണ്ട, എനിക്കൊരാടുകുട്ടിയും വേണ്ട, പക്ഷേ ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു, 2 കൂട്ടുകാർ പരാജയപ്പെട്ടു, നീ വിജയിക്കുകയുണ്ടായി എന്ന് പറഞ്ഞൊരു ചരിത്രമുണ്ട്. അപ്പോൾ വന്ന വഴി എന്താ ചോദിച്ചാൽ നമ്മൾ മറക്കാൻ പാടില്ല. പള്ളിയിലെ മാടപ്രാവ് എന്ന് വിളിക്കണ ഒരു ആളുണ്ടായി നബിൻ്റെ കാലത്ത്. ആ സനദിൽ കുറച്ച് താറാറുണ്ടായതുകൊണ്ട് ഞാൻ പറയണ്ട, സനദിൽ താറാറില്ലാത്ത തന്നെ കുറേ പറയാനുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ് ഞാൻ. എല്ലാവരോടും നമ്മളെന്ത് ചോദിച്ചാൽ പെരുമാറ്റം നന്നാക്കുക, ഉഷാറാക്കുക. ആ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇനിയും ഉംറക്കൊക്കെ വരുമ്പോൾ ക്ലാസ്സിന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ചണ്ട, അയാൾ ഒരു മണിക്കൂർ എവിടെയും ക്ലാസ് വിട്ടില്ല ഒന്ന് ഇയാൾക്ക്. അപ്പോൾ ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോക്കാണെന്ന് പറയാനും ആക്കണ്ട. ക്ലാസ്സിൻ്റെ പൂതി കഴിഞ്ഞുകൊണ്ട് വന്നതാണ്. ഈ ഷെഫീക്ക് ഭായി നായിമാക്ക് അവിടെ എല്ലാവരും അല്ലേ, അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ വിളിച്ചുകൊണ്ട് ഓരോ അങ്ങോട്ട് പോകും. അന്ന് ഞാൻ വന്നപ്പോഴും പറഞ്ഞു ഒരു മദീനയാത്രയാണ്, ഇന്നും മദീനയാത്ര. എന്തോ എന്നോടെന്തോ ഒരു വിഷമമുണ്ട്. ഞാൻ ഈ തോനെ പ്രസംഗിക്കണോണ്ടേ കാര്യം എനിക്കറിയില്ല. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ്സാണ്. എന്നിട്ട് പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ക്ലാസ്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പം ഇൻ്റെ ക്ലാസ് ഇട്ടായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടാക്കേണ്ട വെച്ചാൽ പോകുന്നതാണ് ഞാൻ. അപ്പോൾ പിന്നെ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഉസാമത്ത് ബിനു ഉസാഉൽ ഹനഫി അദ്ദേഹം നബിൻ്റെ അടുക്കിലേക്ക് വന്നൊരു ചരിത്രമുണ്ട്. ആരാ ഈ ഉസാമ അറിയുന്നത്? അദ്ദേഹം പിന്നെ യമനിലെ ഒരു രാജാവായിരുന്നു. അതൊരു നിയമം പാസ്സാക്കി, മുഹമ്മദിൻ്റെ അനുയായികൾ ആരെ കിട്ടിയാലും കൊല്ലണം. ഒരുപാട് സഹാബാക്കളെ കൊന്നു. മുഹമ്മദിനെ കിട്ടിയാൽ മുഹമ്മദിനെ കൊല്ലുന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ഒരിക്കൽ ദേഹിച്ചിട്ടുണ്ടെങ്കിൽ നബിസ്വല്ലം അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഓടുള്ള സഹാബാക്കൾ അദ്ദേഹത്തെ കണ്ട കൊന്നോടിയാണ്. മദീനയിൽ റോന്തി ചുറ്റിക്കൊണ്ടിരിക്കുന്ന സഹാബാക്കൾക്ക് ഒരാളെ കിട്ടി. ആളാരെന്നുള്ളത് സഹാബത്തിന് അറിയില്ല. ഒരു കൊണ്ടുവന്ന് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മദീനത്തെ പള്ളിയിൽ തുണിൽ കെട്ടിയിട്ട് കാണ്ട് നബി വന്നിട്ട് രാവിലെ സുബഹിസ്കരിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നബി വെച്ചു, മാലക്കി ഉസാമ എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോഴാണ് അവർ മനസ്സിലാക്കി ഇത് പണ്ടത്തെ ഉസാമയാണ്. കൊല്ലായി ഒരു ചാൻസ് പോയല്ലോ എന്നാണ് സഹാബാക്കൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉസാമ പറഞ്ഞു, നബി ഹൈറാണ്, മുഹമ്മദ് ഹൈറാണ്. നീ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ കൊല്ലപ്പെടാൻ അർഹനാണ്. നീ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിലോ നന്ദി കാണിക്കപ്പെടാൻ ഞാൻ അർഹനാണ്. ഇനി അതല്ല നിനക്ക് വേണ്ടത് സമ്പത്താണെങ്കിലോ എത്ര വേണമെങ്കിലും ചോദിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. നബി ഒന്നും മറുപടി പറഞ്ഞില്ല. നബി പറഞ്ഞു, ആ ബൈത്തുൽ മാലിൽ ഒട്ടകത്തിനെ കറന്ന് പാലെടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് കെട്ടയക്കാനൊന്നും പറഞ്ഞില്ല, അവിടെ കെട്ടയറിഞ്ഞ് പോയി. പിറ്റേന്നും വന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ മറുപടി, ഇതേ ചോദ്യം, ഇതേ മറുപടി. 3 ദിവസം കഴിഞ്ഞ് ഇതേ ചോദ്യം, ഇതേ മറുപടി. അപ്പോൾ നബി പറഞ്ഞു, അത്തിനിക്കു തുമാമത്തുൽ ഉസ്താഉൽ ഹനഫി എന്നാണ്. ഉസാമല്ലേ, തുമാമത്ത് ബിനു ഉസ്താഉൽ ഹനഫി. അപ്പോൾ നബി പറഞ്ഞു, ഓനങ്ങൾ വിട്ടാളിയാണ്. അങ്ങനെ കയറുമെന്നാണ് പോയിട്ടോ. കയറുമെന്ന് പോയ ഉടനെ അയാൾ എന്താ ചെയ്തു? നിങ്ങൾ വരച്ചൊക്കെയാണ് കയറുമെന്ന് ഇയാൾ പോയി. എന്നിട്ട് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നത്തെ മദീനയിൽ മറവ് ചെയ്യുന്ന സ്ഥലം ബഖിയാണല്ലോ. എന്താ നമ്മളതിന് പറയൽ? അല്ലല്ല, വേറൊന്ന് പറയുന്നത് ആ ജന്നത്തുൽ ബഖി. അത് പറയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. ആരെയാ പേരിട്ടത്? അത് പാകിസ്ഥാനെ വിളിച്ച പേരാണ് ജന്നത്തുൽ ബഖി എന്നുള്ളത്. നബി അതിൻ്റെ പേരെന്താ വെച്ചാൽ ബഖീൽ ഉർഖദ് എന്നാണ്. അത് ഹദീസിലുണ്ട്. നമ്മൾ വിളിക്കേണ്ട പേരാണ്. ജന്നത്തുൽ മുഹല്ലല്ല, അതിൽ മുഹല്ലയാണ്. അതേപോലെ അപ്പോൾ അവിടെ ഒരു ചെറിയ തോട്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ തോടുണ്ടല്ലോ, നിന്നാ തോട് അവിടെ വെച്ചാൽ എനിക്ക് കാണിച്ചു തരാൻ കഴിയൂല. ആ ഒരു തോട്ടിൽ പോയിക്കാണ് മൂപ്പരൊന്ന് കുളിച്ച് വന്നിട്ടോ. ആര്? രാജാവാണ്. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പിന്നെ നബിനോട് പറഞ്ഞ ചില വാക്കുകൾ, മുഹമ്മദ്, ഞാൻ ഇന്ന് വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് നിൻ്റെ മുഖമായിരുന്നു. നിൻ്റെ മുഖത്തിനെപ്പോലെ ഞാൻ വെറുക്കുന്നൊരു മുഖമുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നിൻ്റെ മുഖത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ മറ്റൊരു മുഖത്തെ ഇഷ്ടപ്പെടുന്നില്ല.
മുഹമ്മദ്, നിന്റെ രാജ്യത്തെ ആയിരുന്നു ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത്, പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിന്റെ രാജ്യമാണ്. മുഹമ്മദ്, നിന്റെ ആദർശത്തിനോട് എനിക്ക് വെറുപ്പുള്ളത്ര ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നിന്റെ മതത്തിനെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവമാണ്. അപ്പോൾ സലമ അദ്ദേഹത്തിന് വിട്ടു, അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹം മുസ്ലിമായ ഉടനെ പറഞ്ഞു, ഞാൻ യമൻകാർക്ക് ഞാൻ ഒറ്റൊന്നും കൊടുക്കൂല, അതായത് ഇയാളെ ഭക്ഷണം കൊടുത്തിട്ട് അവർ ജീവിക്കണം. അപ്പോൾ സലമ ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇയാൾക്കൊരു സംശയം. ഇയാൾ പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നബിയെ, ഞാൻ നിങ്ങൾ ഒരുപാട് സഹാബത്തിനെ കൊന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ നബി പറഞ്ഞാൽ ഇസ്ലാം യജ്ബുമാക്കബൽക്ക്, ഇസ്ലാം അതിന് മുമ്പുള്ള തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തേ അള്ളാഹു റസൂല് അല്ല ഈ ഈ തുമാമ മുസ്ലിമകളുടെ കാരണം എന്താണ്? മുത്തുനബീൻ്റെ പെരുമാറ്റം കാരണത്താലാണ്. പ്രവാചകൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നബിയെ, ഞാൻ ഇസ്ലാമിക്ക് വരാൻ തയ്യാറാണ്, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം എടുക്കണം. മൂപ്പര് വിചാരിച്ച എന്താ വെച്ചാൽ മൂപ്പര് വന്നാലേ ഒന്ന് അറിയുള്ളൂ, ഇനി വന്നാൽ തന്നെ മൂപ്പര് കുറച്ച് നിബന്ധന ഉണ്ട്, അത് സമ്മതിക്കുകയാണ് ഞാൻ വരാമെന്ന്. അപ്പം സല്ലമാടിൽ സഹാബത്തെ അദ്ദേഹത്തിന് ആട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു. കുട്ടാളിയാണ്. നമ്മുടെ അള്ളാഹു റസൂൽ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുക. അതാണ് റൂഹിയായ, എന്താ പറയുക, ആത്മീയമായ ചികിത്സ. നിങ്ങളതിന് നടക്കാൻ നിൽക്കണ്ട. നബി പറഞ്ഞു, കുറച്ചു നേരം കുത്തിരിഞ്ഞ് വെച്ച്, നിനക്ക് വ്യഭിചരിക്കാൻ ഒരു സ്ത്രീനെയും കിട്ടിയില്ല, നിൻ്റെ ഉമ്മനെ മാത്രമാണ് നീ പെണ്ണായി കണ്ട്, നീ വ്യഭിചരിക്കുമോ? അങ്ങനെ ആലോചിച്ചു, അത് നബി ആരും ചെയ്യുമോ? അങ്ങനെ ഇളയമ്മനെ പറ്റി ചോദിച്ചു, പെങ്ങളെ പറ്റി ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് അള്ളാഹു റസൂൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചു. ഇങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹറാമായിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, മുത്തുനബിൻ്റെ പെരുമാറ്റം കാരണമാണ്. മുത്തുനബിൻ്റെ പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരാളുണ്ടല്ലോ അല്ലേ, ഒരു സഹാബി, നിങ്ങൾ കേട്ടിട്ടില്ല? അതിനെ പറ്റി പറയലുണ്ടല്ലോ മുജാഹിദീങ്ങളൊക്കെ. ആ പള്ളിയിൽ മൂത്രമൊഴിച്ചവൻ്റെ ആ ബാക്കി അറിയില്ലേ? നമ്മൾ ആ ബാക്കി തന്നെയാണ്. കാരണം നബി എന്താ പറഞ്ഞ നിങ്ങൾ, അയാൾ സ്വർഗത്തിലാണെന്നാണ് പറഞ്ഞത്. അത് മൂത്രമൊഴിച്ചോണ്ട് സ്വർഗത്തിലായതല്ല. അദ്ദേഹം പിന്നെന്താ പറയുക, ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. മൈത്ര ആരുമില്ലല്ലോ, മൈത്രക്കാരില്ലല്ലോ, ഉണ്ടോ? പണ്ട് മൈത്രയ്ക്ക് നമ്മൾ വേദറിയാൻ പോയി, അതാണ് മൈത്ര പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇവിടെ പറ്റൂലായിരുന്നു. നമ്മൾ കൊണ്ടുപോയ ബൈക്കും പൊട്ടിയൊക്കെ നമ്മൾ കൈത്തിനടുത്ത് വിളിച്ചു. ഇവിടെ ഒരു പറഞ്ഞ ആ ബസ്സുകൾ കയറ്റി വിടുമ്പോൾ ബൈക്കൊളിയാണ്, ഇവിടെ പറയണ്ട, കേക്കൻ്റെ കാലത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കുറച്ച് ചർച്ച നോക്കുമല്ലോ, നമ്മൾ ഇത് ഇന്ത്യ രാജ്യമാണ്, ഇന്ത്യ രാജ്യത്ത് ആർക്കും ഒന്നും പറയാറ്. അപ്പോൾ മൈത്രക്കാർ പറയണേ, ആ ഇന്ത്യയിലേക്കാരും ഇത് ഇവിടെയാണ്. അവർക്കിത് മൈത്ര ഇന്ത്യയിൽ പെട്ടെന്നും കൂടി അറിയില്ല. അങ്ങനത്തെ അങ്ങനെ ചില നാടുകളുണ്ടാവും. ഞാൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജാമ്യ പഠിച്ചതിനന്ന് പാപ്പിനിപ്പാറൊക്കെ തരൂടാൻ പോയി. അന്ന് വേദറിയാം, സലഫിയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ സലഫിനെ മാറ്റിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കനാക്കി. കാരണം സലഫി കുറച്ച് ഊക്കേറും നിറഞ്ഞുകാണ്ട് സലഫിനെ മാറ്റിക്കാണ്ട് കേക്കനാക്കി. അപ്പോൾ ഞങ്ങൾ തലൂടാൻ പോവുക. ഞങ്ങളെ കയ്യിലുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഞങ്ങൾ ഈ സുല്ലമിൻ്റെ കുട്ടികളെ കൊണ്ടുപോകണത്, ഇതൊന്നും പിടിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ. അവ കൊണ്ടുപോയി ഇത്. അപ്പോൾ അങ്ങനെ പോവുക കേട്ടോ. അവിടെ ഈ പാപ്പിനിപ്പാറ എന്ന സ്ഥലം ഏതാണ് നിങ്ങൾ? അവിടെ ലീഗും സുന്നി മാത്രമേ അറിയുള്ളൂ, മൂന്നാമത്തൊന്നും ഒരിക്കലും അറിയില്ല. CPM ഒരു വാഹന പ്രചരണ ജാഥയിലാണ് പോയി. മടങ്ങി നോക്കുമ്പോൾ വജ്ജില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഒരു തോടിന് പാലം കിട്ടിയതിന് ഇവർ ആ തോടാണ് പിടിച്ചിട്ട്, ആ പാലം പിടിച്ചിട്ട്. കാരണം അവിടെ ഇതുവരെ CPM കിട്ടിയിട്ടില്ല, അങ്ങനത്തെ നാടാണ്. ശരി, അപ്പം അവിടേക്കാണ് നമ്മൾ തല്ലാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ല, തൊള്ളിയും വല്ലല്ല ഒന്നുമില്ല. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ ഗ്യാസിലിറ്റില്ല പണ്ടത്തെ, അതിൻ്റെ ലൈറ്റിൽ ഇങ്ങനെ കാണുന്നത് എന്താ പറയുക, പണ്ടത്തെ കാക്കാരെ കത്തി മുറിച്ചു വിട്ടുക. അവിടേക്കാണ് നമ്മൾ പോണത്. ഇവിടെ കത്തി ഇല്ല, ഓരൊക്കെ ഈ കത്തി എടുത്താണ് അങ്ങനെ കുത്തിരിക്കുക. ഇവിടേക്ക് അങ്ങനത്തെ ഒരു കുത്ത് വേണ്ട, അത് വന്നാൽ തോന്നാൻ ചെത്തി ഇടുന്ന പറഞ്ഞാൽ. എന്നിട്ട് കത്തില്ലാത്തവർക്ക് എന്താ പറയുക, നിങ്ങൾ വലിയ കൊന്നൻ്റെ വടി ഒട്ടിക്കാണ്ട് കൊടുക്കുക, ഇതാ പിടിച്ചോളിയിട്ട് പറഞ്ഞു. അന്നത്തെ ഒരു കാലമാണ്, അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ പ്രസ്ഥാനം. ശരി, നമുക്കിതിൻ്റെ വില മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ചരിത്രത്തിൽ അങ്ങനെ സമാനതകളുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കന്മാരിലറിയില്ല ഞങ്ങൾ അല്ലേ? AP പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചേകന്നൂരുമായി വാദപ്രതിവാദത്തിന് അങ്ങോട്ട് എടത്തനാട്ടുകരയിലേക്ക് പോയത്. രോഗിയായി കിടക്കുക, ആശുപത്രിക്ക് പോണ വൈകുന്നാണ് ഒരാൾ വന്നിട്ട് എന്ത് വെച്ചാൽ വിളിക്കുന്നുണ്ട് മൂപ്പരെ, അവിടെ പോകണമെന്ന് പറഞ്ഞാണ്. അവിടുന്ന് അങ്ങോട്ട് പോകുക. അങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മുടെ പ്രസ്ഥാനം. അങ്ങനെ ഉണ്ടായതാണ് ഈ ആദർശം. ആ ആദർശ നിലപാട് നമുക്ക് മാത്രമേ ഉള്ളൂ. അതിനാൽ ആ ആദർശത്തിൻ്റെ വക്താക്കളായിട്ട് മാറുക. ഇങ്ങനെ നിന്നാൽ ചിലപ്പോൾ ഇനി ഒരുപാട് പറയാനുണ്ട്, അങ്ങനെ പറഞ്ഞു പോകും നമ്മൾ. പിന്നെ നിങ്ങൾക്ക് ഇന്നോടും വെറുപ്പോ, എനിക്ക് നിങ്ങളോടും വെറുപ്പോ. അങ്ങനെ ഇനി വെറുക്കാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ പക്കൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്തു മാപ്പാക്കി നൽകണേ അല്ലാഹ്. റഹ്മാൻ റഹീമുമായ നാഥ, ഞങ്ങൾ ഈ ചെലവഴിച്ച സമയം ഞങ്ങളുടെ നന്മയുടെ തുലാസിനി രേഖപ്പെടുത്തണേ റബ്ബേ. അള്ളാഹു ഇതിൻ്റെ ബർക്കത്ത് കാരണത്താൽ
ഈ ക്ലാസ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് ഇനി പുറത്തു തരണേ റബ്ബേ. രോഗങ്ങൾ കൊണ്ട് ഞങ്ങളിനി പരീക്ഷിക്കൽ റഹ്മാനെ. ഞങ്ങൾ ഇരിക്കുന്ന ഇതുപോലെ നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിൻ്റെ അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ശ്രോതാക്കളുടെയും കൂടെ ഇതേപോലെ ഒന്നിച്ചിരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ റബ്ബേ. അള്ളാഹു ഇസ്സത്തുള്ള മുസ്ലിങ്ങളെ ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.